ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ പോയി എയർ ഗണ്ണൊക്കെ വാങ്ങി. നമുക്ക് എന്ത് എക്സല് അന്നേരം കോളേജിൽ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ ഇത് ബാക്കിൽ വെച്ച് ഗൺ വെച്ചിട്ട് ലൂസ് ഷർട്ടൊക്കെ ഇട്ടുണ്ടാക്കി ചില സമയത്ത് പോയിരിക്കുന്നു. എന്നോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറയും ബിസിനസ്സുകാരനൊഴിച്ച് ബാക്കി പുറത്തായാലും നാട്ടിലായാലും ഒന്നും കുഴപ്പമില്ല, ജോലി ചെയ്യുന്ന ഒരാൾ മതി, ബിസിനസ്സുകാരനെ വേണ്ട. ആ കളിയാക്കലിനിടയ്ക്ക് ഒരു ദിവസം സ്കൂളിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് എൻ്റെ ബാഗ് എല്ലാം കൂടെ വലിച്ചു കീറി, ബുക്സ് എല്ലാം കൂടെ വലിച്ചു കീറി എടുത്ത് കളഞ്ഞു. ഇല്ലെങ്കിൽ അങ്ങനെ ഫസ്റ്റ് സംരംഭം ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളത് പറഞ്ഞു. ആദ്യത്തെ സംരംഭം പൂട്ടി. മുടിയനായ പുത്രനെ ദുബായിലേക്ക് വിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കല്യാണ സമയത്ത് എനിക്ക് 5 വയസ്സ്, എനിക്ക് ഷർട്ട് മേടിക്കാൻ പോലും പൈസ ഇല്ല. അച്ഛനാണ് ഡ്രസ്സെല്ലാം വാങ്ങിയത്. ഞാൻ എപ്പോഴും ബാക്ക് ബെഞ്ചറാണ്. അങ്ങനെ നാട്ടിൽ വെച്ച് സ്കൂളിൽ ഞാൻ തോറ്റു ഒരു വട്ടം. ഞാനും വേറൊരു ഫ്രണ്ടും തോറ്റു. ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് കൊല്ലത്ത് പോയിട്ട് സൂയിസൈഡ് ചെയ്യാവുന്നു. ഞാൻ ഇറങ്ങി കൊല്ലത്ത് റെയിൽവേ ട്രാക്കിലോട്ട് ഇങ്ങനെ നടക്കുവാണ്. അതിനിടയ്ക്ക് ഈ പപ്പായ്ക്ക് ക്യാൻസർ വന്ന സമയത്ത് നമ്മൾ അവിടെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻറ്റസ്റ്റൈൻ ക്യാൻസറാണ് കാണുന്നത്. അതിൻ്റെ മെയിൻ ഒരു കാരണം ഈ പ്ലാസ്റ്റിക്കിൽ ചൂടോടുള്ള ഭക്ഷണം ഒഴിച്ചുള്ള ഭക്ഷണം കഴിപ്പാണ്. അത് കുറച്ച് കഴിയുമ്പോൾ പുള്ളി റൂമിൽ വന്നു, എൻ്റെ റൂമിൽ നാഗ്പൂർ വെച്ചു. ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ മോതിരമില്ല. അങ്ങനെ ആ പോക്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ലൈഫിൽ ബിസിനസ് ചെയ്യുന്നതേ ക്വിറ്റ് ചെയ്തു. ഇത് ഞങ്ങളത് പ്ലാസ്റ്റിക് കോട്ടിങ്ങിന് പകരം ഞങ്ങൾ ഉണ്ടാക്കിയ ബയോ കോട്ടിങ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിൽ വെള്ളം ഹോൾഡ് ചെയ്യോ? ഹോൾഡ് ചെയ്യും. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു നോക്കിയാലോ. രാജ്യം ഫേസ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഇല്ലാതെ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് എവറി 30th ഡേ നിങ്ങൾ ATM മെഷീൻ കറങ്ങുന്നു. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തെക്കേയറ്റത്ത് തിരുവനന്തപുരത്ത് നിന്ന് 2 ദമ്പതികളാണ് ഇന്ന് സ്പാർക്കിൻ്റെ വേദിയിലെത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ, ചെയ്ത സംരംഭങ്ങൾ ഒന്നിനൊന്നായി പരാജയപ്പെട്ടിട്ടും ഒടുവിൽ തൻ്റേതായ ഇടം കണ്ടെത്തി സംരംഭക ലോകത്ത് ചർച്ചയായി മാറിയ ദമ്പതികൾ കൂടിയാണിവർ. വർഷ എന്ന സ്ഥാപനത്തിലൂടെ കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റത്തിന് ഇവർ നൽകുന്ന സംഭാവന വളരെ വലുതാണ്. സ്വാഗതം ചെയ്യാം സ്പാർക്കിലേക്ക് ഈ ദമ്പതികളെ. നമസ്കാരം നിതിൻ ആൻഡ് അനു, സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് നാടൊക്കെ അറിയാം, കൊട്ടാരക്കരയാണ് നാടെന്ന് പറഞ്ഞു നിതിൻ. അപ്പോൾ എങ്ങനെയാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള ആ ഒരു ജീവിതത്തിൻ്റെ തുടക്കവും ആ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ജനിച്ചത് കൊല്ലത്താണ്. അച്ഛൻ വന്നിട്ട് എഴുകോൺ സ്ഥലം, അമ്മയുടെ TKM കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജ് പേരൂർ എന്ന് പറയും. അച്ഛന് ജോലി മഹാരാഷ്ട്രയിലായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു ഫേമസ് പേപ്പർ കമ്പനി ഉണ്ട്, ബലാർപൂർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ബിൽറ്റ്. അതിൻ്റെ മെയിൻ കമ്പനിയിലാണ് അച്ഛന് വർക്ക്. അന്നേരം ജനിച്ചു കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് തന്നെയാണ് പോയത്. എനിക്കും ഒരു സിസ്റ്ററുണ്ട്. മൂത്താളെ ഇളയാളോ? മൂത്തതാണ്. പുള്ളിക്കാരി കായംകുളം MSM കോളേജിൽ പ്രൊഫസറാണ്. അങ്ങനെ അവിടെ പഠിച്ചു, നാട്ടിലും പഠിച്ചു, കുറച്ച് നാൾ അവിടെയും പഠിച്ചു. അന്നേരം പിന്നെ വീട് വാങ്ങി, അച്ഛനും അമ്മയും വീട് വാങ്ങിയപ്പോൾ അത് കൊട്ടാരക്കര അമ്പലത്തുങ്കൽ എന്ന് പറയും, എഴുകോണിനടുത്ത്. അങ്ങനെ കൊട്ടാരക്കര. മഹാരാഷ്ട്രയും ഒരു മലയാളം അത്ര ശുദ്ധ മലയാളമല്ല. നമ്മൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് മലയാളത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കൂടുതലും മഹാരാഷ്ട്രയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് മഹാരാഷ്ട്ര കണക്ഷൻ? പഠിച്ചപ്പോൾ അങ്ങോട്ട് പോയായിരുന്നോ? പറഞ്ഞു ജനിച്ച് അങ്ങോട്ട് തന്നെ 40 ദിവസം കഴിയുമ്പം എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ വളർന്നപ്പം ഈ അച്ഛന്, എൻ്റെ ഓർമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത്, അച്ഛന് ജോലിയുണ്ട്, പക്ഷേ അച്ഛനും വേറെ ആരൊക്കെ കൂടി കുറച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് വർക്കൗട്ട് ആയില്ല. അന്നേരം അറിയാമല്ലോ, ഒരു വർക്കൗട്ട് ആയില്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന സിനാരിയോ. എൻ്റെ ഓർമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ബിസിനസ് ലോസായി. അച്ഛൻ ജോലിയുണ്ട്, പക്ഷേ ബിസിനസ് ലോസായി. അന്നേരം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ് വന്നപ്പം ചില വർഷം ഞാൻ നാട്ടിലായിരിക്കും പഠിക്കുന്നത്, ചില വർഷം ഞാൻ മഹാരാഷ്ട്രയിലായിരിക്കും പഠിക്കുന്നത്, ചില വർഷം ഞാനും സിസ്റ്ററും നാട്ടിലായിരിക്കും, അച്ഛനും അമ്മയും മഹാരാഷ്ട്രയിലായിരിക്കും. അങ്ങനെ കുറച്ച് ഇടയ്ക്ക് നടന്നു. പിന്നെ ഞങ്ങൾ മഹാരാഷ്ട്രയിലോട്ട് ഫുള്ളി ഷിഫ്റ്റായി, മുഴുവനായിട്ട് മാറിപ്പോയി. സ്കൂളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവിടെ, കോളേജ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ നാഗ്പൂർ വർക്ക് ചെയ്തു. അതിനുശേഷം ദുബായി പോയി. ഒരു ജോലിക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഷിഫ്റ്റായി. അതെ, കംപ്ലീറ്റ്ലി നല്ല ജോലിയൊക്കെ കിട്ടി. ദുബായിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് തിരിച്ചു വീണ്ടും കേരളത്തിലേക്ക് ഒരു യാത്രയായിരുന്നു. നമുക്ക് ആ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് അനുവിലേക്ക് കിടക്കാം. അനുവിൻ്റെ നാട് തിരുവനന്തപുരമാണ്. അതെ, തിരുവനന്തപുരം പ്രേംനസീറിൻ്റെ സ്ഥലമായ ചിറയൻകീഴാണ് എൻ്റെ സ്ഥലം. ഞാൻ പഠിച്ചത് കോതമംഗലം MA കോളേജിൽ ബയോടെക്നോളജി ആയിരുന്നു. ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു വിവാഹം കഴിഞ്ഞ്. പ്രേമിക്കാവുന്ന സമയം കിട്ടിയില്ല. ഇല്ല, പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ദുബായിക്ക് പോയി. ഈ കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കനെ കണ്ട എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് വെച്ചിരുന്നോ? അങ്ങനെ ഡിമാൻഡ് വെക്കാനൊന്നുമില്ല. ഇത് പേപ്പറിൽ ആഡ് വരുമല്ലോ, അങ്ങനെ പേപ്പറിൽ ആഡ് കണ്ട് വന്ന കല്യാണമായിരുന്നു. അപ്പം
പെട്ടെന്നായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു 6 months അത്യാവശ്യം പ്രേമിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നേരെ ജീവിതത്തിലേക്ക് കടന്നു. പിന്നെ ഒരിക്കൽ എന്നോട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ബിസിനസ്സുകാരനെ അല്ല, എന്റെ കല്യാണം ആലോചിച്ച് വീട്ടിൽ തുടങ്ങുമ്പോൾ എങ്ങനെയുള്ള പയ്യൻ വേണം എന്നോ ചോദിക്കും. കാരണം അമ്മയ്ക്ക് അച്ഛനും ഒറ്റ മകളാണ്. അച്ഛൻ കുറച്ച് നേരത്തെ മരിച്ചു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ മാത്രം. അപ്പോൾ ഞാൻ ഒറ്റ മകളായതുകൊണ്ട് എല്ലാവരും ചോദിക്കുമായിരുന്നു പുറത്തോട്ടൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമോ, അതേ വീട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറയും, ബിസിനസ്സുകാരനൊഴിച്ച് ബാക്കി പുറത്തായാലും നാട്ടിലായാലും ഒന്നും കുഴപ്പമില്ല, ജോലി ചെയ്യുന്ന ഒരാളും മതി, ബിസിനസ്സുകാരനെ വേണ്ട. ഒത്തിരി ബിസിനസ്സുകാരുടെ പ്രപ്പോസൽസ് ഒക്കെ വരുമ്പം നോ പറഞ്ഞു വേണ്ട എന്നുള്ള അവസാനം ബിസിനസ്സുകാരനെ കെട്ടി ബിസിനസ്സുകാരി ആകുകയും ചെയ്തു. വളരെ രസകരമായ ഒരു ജേണിയാണ്. അപ്പോൾ നമ്മൾ ഈ സംരംഭ ചരിത്രത്തിലേക്കൊക്കെ വരുമ്പോൾ ഒട്ടനവധി സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ശരിക്കും ഈ ഒരു സംരംഭക യാത്രയിലേക്കൊക്കെ തുടങ്ങുന്നത്? അച്ഛനൊരു സംരംഭകനായിരുന്നു, പരാജയപ്പെട്ടു പോയ വ്യക്തിയായിരുന്നു. അവിടുന്ന് മകൻ നേരിട്ട് സംരംഭകനാകുകയായിരുന്നു. മകൻ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു, ജോലിയൊക്കെ കിട്ടിപ്പോയല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ജീവിതം? അച്ഛൻ ആക്ച്വലി പഠിക്കണം, സ്വയം പഠിക്കണം. അച്ഛൻ എനിക്ക് 15ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് മഹാരാഷ്ട്രയിലോട്ട് പോയതാണ്. അച്ഛന് പഠിക്കണം പഠിപ്പിച്ചില്ല, അച്ഛൻ്റെ അമ്മയും പഠിപ്പിച്ചില്ല എന്നുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ട്. അത് തന്നെ എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അത് കാരണം അവർക്ക് രണ്ടുപേരുടെയും ഫോക്കസ് എൻ്റെയും സിസ്റ്ററിൻ്റെയും പഠിത്തം ഇതാക്കണം. അതായത് ബിസിനസ് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇല്ലായിരുന്നു. കൂടുതൽ സിസ്റ്റർ നല്ല പഠിത്തം, നല്ല ടോപ്പാണ് എപ്പോഴും, ഞാൻ പുറകെയാണ്. തോറ്റു? ഞാൻ എപ്പോഴും ബാക്ക് ബെഞ്ചറാണ്. അങ്ങനെ നാട്ടിൽ വെച്ച് സ്കൂളിൽ ഞാൻ തോറ്റു ഒരു വട്ടം. തോറ്റപ്പം തിരിച്ച് വീട്ടിൽ, അന്ന് അച്ഛൻ മഹാരാഷ്ട്രയിൽ, ഞാനും അമ്മയും സിസ്റ്ററും ഞങ്ങൾ നാട്ടിൽ അമ്പലത്തിക്കാലം താമസിക്കും. അന്നേരം അത് എങ്ങനെ അമ്മയെ ഫേസ് ചെയ്യുന്നുള്ള ഒരു പേടി കാരണം ഞാനും വേറൊരു ഫ്രണ്ടും തോറ്റു. ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് കൊല്ലത്ത് പോയിട്ട് സൂയിസൈഡ് ചെയ്യാവുന്നു. കൊല്ലത്ത് സൂയിസൈഡ് പോയിന്റ് ഉണ്ടോ? അങ്ങനല്ല, ആക്ച്വലി കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിനടുത്ത് ഒരു തിയേറ്ററിൽ മിഥുനം സിനിമ, നമ്മളൊക്കെ ലാലേട്ടൻ ഫാൻസ് ആണല്ലോ. അന്നേരം കുറച്ച് നാളെ നാട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നാണ് ലാലേട്ടൻ, അന്ന് മോഹൻലാൽ നമ്മൾ പറയുന്നത്. അന്നേരം മിഥുനം സിനിമ പോയി കണ്ടിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് സിനിമ, മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് മരിക്കാന്നുള്ളത്. ആ സിനിമയുടെ ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ അതും ഒരു എന്റർപ്രണർഷിപ്പ് കഥയാണ്. എനിക്ക് ആ സമയത്ത് എന്റർപ്രണൊന്നുമില്ല, പക്ഷേ സൂയിസൈഡിൻ്റെ ഒരു ഡിസിഷൻ എടുത്തിരുന്നു. അന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ഫ്രണ്ട് പോൾ എന്ന് അവൻ്റെ പേര്, ഞാൻ അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല, പുള്ളി പറഞ്ഞു ഇല്ല എനിക്ക് പേടിയാവുന്നു, ഞാൻ പോകും. അങ്ങനെ പുള്ളി പോയി. ഞാൻ ഇറങ്ങി കൊല്ലത്ത് റെയിൽവേ ട്രാക്കിലോട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇപ്പോഴത്തെ ഫാത്തിമ കോളേജ്. അതിങ്ങനെ നടക്കുമ്പോൾ കുഞ്ഞു പയ്യനല്ലേ, അന്നേരം ഒരാൾക്ക് സംശയം തോന്നി. ആൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് പേടിപ്പിച്ചു. അപ്പോഴേക്കും ഞാൻ ഉള്ള സത്യം പറഞ്ഞു. അങ്ങനെ ആത്മഹത്യ വന്നാന്ന്. അങ്ങനെ പുള്ളി വീട്ടില് വിളിച്ചു പറഞ്ഞു എൻ്റെ ഒരാളുണ്ട്. അങ്ങനെ അന്ന് എന്നെ കൊണ്ടുപോയില്ല. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ബന്ധുക്കളും എല്ലാവരും വീട് മൊത്തം നടച്ച ആൾക്കാരാണ്. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ശകലം ഒരു പേടി. അമ്മ അച്ഛനെ അറിയിച്ചു. അവിടെ തന്നെ പിന്നെ എല്ലാവരും ഷിഫ്റ്റ് ആവും. പിന്നെ നാട്ടിൽ നിർത്തിയിട്ടില്ല? ഇല്ല, എനിക്കൊന്ന് വിതിൻ മന്ത് ഞങ്ങളെല്ലാം ഫുൾ ഷിഫ്റ്റ് ആയി അങ്ങോട്ട്, മഹാരാഷ്ട്രയിലേക്ക് മൂവ് ഓൺ ആയി. പിന്നെ പഠനമൊക്കെ അവിടെയായിരുന്നു? അവിടെയാണ് സ്കൂൾ കംപ്ലീറ്റ് ചെയ്തത്. സ്കൂൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏത് വയസ്സിലാണ് ഈ സംരംഭകനാവുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം നമുക്കുള്ളത്? എപ്പോഴാണ് വരുന്നത്? അത് ഞാൻ പറഞ്ഞത്, ഈ എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെ പറയും, ഇത്ര നഷ്ടം ഉണ്ടായിരുന്നു പണ്ട്, ഈ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നാട്ടിലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വീഡിയോ കാസറ്റൊക്കെ ഇട്ടിട്ട് മോഹൻലാലിൻ്റെ പടങ്ങളൊക്കെ കാണും, ആര്യൻ സിനിമ, അങ്ങനെ പല അമിതാഭ് ബച്ചൻ്റെ പഴയ പടങ്ങൾ, അതൊക്കെ നഷ്ടപ്പെട്ട് തിരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടി ഒരു ബിസിനസ്സുകാരനാവുന്ന രീതിയിലുള്ളതൊക്കെ അതൊക്കെ ഒരു തലയിൽ കയറിയിരിക്കും. അങ്ങനെ മഹാരാഷ്ട്രയിൽ ഞാൻ സ്കൂള് കഴിഞ്ഞപ്പം ആക്ച്വലി ഇപ്പം അവിടെ പോകുമ്പം ഹിന്ദി, ഞങ്ങളൊരു കോളനിയിലാണ് താമസിക്കുന്നത്. ആ കോളനി എന്ന് വെച്ചാൽ വളരെ വലിയ കോളനി, വളരെ നല്ല ഒരു ഇതാണ്. അവിടെ എല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദിയാണ്. ഇന്നിപ്പോൾ കുട്ടികൾ കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ഞങ്ങൾ ഹിന്ദിയാണ് കൂടുതൽ. ഹിന്ദി നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം. ഞാൻ കുറച്ച് നാൾ ഈ നാട്ടിൽ പഠിച്ചിട്ട് പിന്നെ ചെല്ലുമ്പോൾ എൻ്റെ ഹിന്ദി ഫ്ലുവൻ്റ്, എല്ലാവരും എന്നെ കളിയാക്കുമല്ലോ. ആ കളിയാക്കലിനിടയ്ക്ക് ഒരു ദിവസം സ്കൂളിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് എൻ്റെ ബാഗ് എല്ലാം കൂടെ വലിച്ചു കീറി, ബുക്സ് എല്ലാം കൂടെ വലിച്ചു കീറി എടുത്ത് കളഞ്ഞു. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വന്ന് പ്രിൻസിപ്പൾ, ആരും അതിനെ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ ഇൻസിഡൻറ്റിൽ എനിക്ക് മനസ്സിലായി, നമ്മളൊരു ലീഡർഷിപ്പ് റോളിലോട്ട് വന്നില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ഇത് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് ലാംഗ്വേജിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ലീഡർഷിപ്പിൽ എന്തോ ഓട്ടോമാറ്റിക്കലി ഇത് വന്നു. ഒരു വർഷത്തിന് ശേഷം പിന്നൊരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ കൂടെ ഒരു അടിക്ക് പോയതാണ്, ഒരാളെ അടിക്കും. ഈ പറഞ്ഞ ഫ്രണ്ട്സ് തന്നെയാണ് എന്നോട് വന്നത്. അതിനുശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് 10th ഫസ്റ്റ് ക്ലാസ് വന്നു. മാത്സ് പാസ്സായി, തോറ്റുപോയ മനുഷ്യൻ പാസ്സായി. ഞാൻ പാസ്സായി, ഫസ്റ്റ് ക്ലാസ് വന്നു. 90% അടുത്ത് എനിക്ക് സയൻസിന് മാത്സിന് മാർക്കുണ്ടായിരുന്നു. അത് കണ്ടപ്പം അച്ഛനും അമ്മയ്ക്കും എന്നെ ഡിപ്ലോമയ്ക്ക് വിടണം. ഞാനൊരു കണ്ടീഷൻ വെച്ചു, ഞാൻ വീടിന് പുറത്ത് തന്നെ പഠിക്കും.
അങ്ങനെ വീട്ടിൽ പുറത്ത് വിട്ട് പഠിപ്പിച്ചു. അന്നേരം എടുത്തത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ PW ഡിപ്പാർട്ട്മെൻറ്റോ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ യു ക്യാൻ ബി എ കോൺട്രാക്ടർ. അതേ ഉള്ളൂ, അതിനപ്പുറം ഒരു വലിയ സ്കോപ്പ് കാണുന്നു. അന്നേരം എൻ്റെ ഉള്ള സർക്കിളിലെ ഫ്രണ്ട്സൊക്കെ കോൺട്രാക്ടറിൻ്റെ മക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാണ്. അന്ന് ഞങ്ങൾക്ക് എപ്പോഴും ഡിസ്കഷൻ ബിസിനസ്സിൻ്റെ ഇതാണ്. അന്നേരം അങ്ങനെ അത് ബിസിനസ്സിലോട്ട് പോകണം എന്നൊരു ത്വര വന്നു. അപ്പോൾ എന്ത് ബിസിനസ്സാണ് ആദ്യം ആരംഭിച്ചത്? ഭർത്താവിൻ്റെ ബിസിനസ് എന്താണെന്ന് ധാരണയുണ്ടോ ആദ്യത്തെ? എനിക്ക് അന്ന് 18-19 വയസ്സെങ്ങനെ കാണത്തുള്ളൂ. ബിസിനസ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഇരിക്കണം. അടുത്തത് വീട്ടിൽ പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ എടുക്കാം, ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ. അന്നേരം അതിന് റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഡിഗ്രി എടുക്കാൻ താല്പര്യമില്ല, ബിസിനസ് ചെയ്യണം. അന്നേരം അച്ഛനും അമ്മ കട്ടയ്ക്ക് പറ്റത്തില്ല. അങ്ങനെ അച്ഛനോട് കുറേ റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം നീ എന്ത് ബിസിനസ് ചെയ്യും? അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനി എന്ന് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര ത്വരയാണ് ബിസിനസ് ചെയ്യണം. കുറേ സംഭവങ്ങൾ നിങ്ങൾ ഇവോൾവ് ചെയ്യും. അതിൽ വന്നൊരു ഐഡിയ എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ചന്ദ്രപൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് മിനറൽസും ഒരുപാട് 5 സിമെൻറ്റ് ഫാക്ടറിയും പേപ്പർ ഇൻഡസ്ട്രി അങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ള ഡിസ്ട്രിക്റ്റാണ്. അവിടെ എപ്പോഴും ട്രക്കിന് ഭയങ്കര ഡിമാൻഡാണ്. ലോഡിങ്ങും ഈ സാധനങ്ങൾ കൊണ്ട് ഇടുന്ന മൈൻസിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. പിന്നെ ടിപ്പറിൻ്റെ പരിപാടി റെൻറ്റിന് കൊടുക്കുന്നു. അതിന് ടിപ്പർ നമ്മളെ ഇല്ല, കാശുമില്ല. ഞങ്ങൾ രണ്ടും വളരെ മെലിഞ്ഞ രണ്ട് പയ്യന്മാർ, ആരും കണ്ടാകും അങ്ങനെ ഒരു റിച്ച് ഫാമിലി നിന്നാണെന്നോ അങ്ങനെ ഒന്നും തോന്നത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറേ അന്വേഷിച്ചപ്പോൾ ഒരു പുള്ളിയുടെ കയ്യിൽ 4 ട്രക്ക് കിടപ്പുണ്ട്. ആ പുള്ളി യൂസ് ചെയ്യുന്നില്ല. പുള്ളി ഒരു വെസ്റ്റ് ബംഗാളുകാരനാണ്, സർക്കാരിൽ നിന്നോ അങ്ങനെ എന്തായാലും പുള്ളി. അങ്ങനെ പുള്ളി എടുത്ത് ചെന്ന് റിക്വസ്റ്റ് ചെയ്തു. പുള്ളി നോക്കുമ്പോൾ 2 ചെറിയ പയ്യന്മാർ വന്നിട്ട് എന്താണ് 4 വണ്ടി എടുത്തിട്ട് അങ്ങനെ എന്നോട് ആരുടെ മോനാണെന്ന് ഞാൻ അച്ഛൻ്റെ പേര് പറഞ്ഞു. അച്ഛനെ അറിയാം. ഓക്കെ സുന്ദരേശൻ്റെ മോനാണ്, ടീക്ക്. അന്നേരം അങ്ങനെ ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞു വെച്ചാൽ ഇന്ന ഒരു അച്ഛൻ്റെ കെയർ ഓഫിൽ അത് അച്ഛൻ സമ്മതിക്കുന്നില്ല. റിക്വസ്റ്റ് ചെയ്തിട്ട് ആരോ ഒരാളടുത്ത് പറഞ്ഞു. അവിടെ ഈ വേസ്റ്റ് മണ്ണ് കൊണ്ടിടുന്ന ഒരു ഇതായിരുന്നു. അന്നേരം അത് ട്രക്കിൽ കൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര രൂപ ഒരു ട്രിപ്പിന് വെച്ച് തരും. അന്നേരം ട്രാക്ടറും ടിപ്പറുമാണ് ചെയ്യുന്നത്. അന്നേരം ഞങ്ങൾ എന്ത് ചെയ്തു, ടിപ്പറിൻ്റെ കൺഫേം ചെയ്തു. പുള്ളിക്ക് ട്രാക്ടറിൻ്റെ റേറ്റ് പുള്ളി ഓക്കെയാണ്, കാരണം വണ്ടി ചുമ്മാതെ കിടക്കുമല്ലേ, നമുക്കൊരു മാർജിന് വേണ്ടിയിട്ട് നമുക്കൊരു മാർജിൻ ഉണ്ട്. അന്നത്തെ കാലത്തേക്ക് ആ മാർജിൻ വരുമ്പോൾ 10-15,000 രൂപ മാസം കിട്ടും. എനിക്ക് കോളേജിൽ ഞാൻ ഒരു കണ്ടീഷൻ വെച്ച്, വീട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമെന്ന് വീട്ടിനടുത്തൊരു കോളേജുണ്ട്, ഞാൻ അവിടെ പോയി പഠിക്കാം, അന്നേരം എനിക്ക് ബിസിനസ് നടത്താമല്ലോ. ഓക്കെ, അങ്ങനെ എനിക്ക് അഡ്മിഷനും അവിടെ കിട്ടി. പക്ഷേ ഈ പറഞ്ഞ സംഭവം ട്രാക്ടറിൻ്റെ ഞങ്ങളവിടെ മൈൻസിൽ പുള്ളി പറഞ്ഞ് എനിക്ക് പോയി സൈറ്റ് ഒന്ന് കാണണം. അങ്ങനെ പുള്ളിയെ ഞാൻ എൻ്റെ കൈനറ്റിക്കൽ ഇരുത്തി കൊണ്ടുപോയി കാണിച്ച് പുള്ളിക്ക് എല്ലാം ഓക്കെ ആയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പുള്ളിക്കൊന്ന് ഹാപ്പി ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി സൈഡിൽ നിർത്തി നിൽക്കും. രണ്ടുപേരും ഇതുണ്ടെങ്കിൽ പുള്ളി തിരിഞ്ഞു നോക്കുമ്പോൾ ട്രാക്ടർ അതിലേ വരും. ട്രാക്ടർ ഓടിക്കുന്ന ആളിപ്പോൾ നമ്മൾ അമ്മ അങ്ങോട്ട് കണ്ടാലും മലയാളിയെ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ ബംഗാളീസിന് അവർ കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ട്രാക്ടർ നിർത്തി അവരും അമ്മ എന്തോ 5 മിനിറ്റ് സംസാരിക്കുന്നത് കണ്ടു. പിന്നെ പുള്ളി തിരിച്ചു വരുമ്പോൾ പുള്ളിയുടെ മുഖമൊക്കെ മാറി. അത് പറഞ്ഞു, നീ എനിക്ക് ട്രാക്ടറിൻ്റെ റേറ്റ് ആണല്ലോ തരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെ അല്ലേ, എനിക്കൊരു മാർജിൻ കിട്ടണ്ടേ? അത് പറ്റല്ലേ, എനിക്ക് ടിപ്പറിന് തന്നെ വേണം, ഇല്ലെങ്കിൽ ക്ലൂസ്. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളത് ആദ്യത്തെ സംരംഭം പൂട്ടി. ഫസ്റ്റ് ഡേ തന്നെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പിന്നെയും ഞാനും ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് അനിയും കൂടെ കുറേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അന്നേരം പ്രശ്നമില്ല. അനി താമസിക്കുന്നത് എൻ്റെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെ ചന്ദ്രപൂർ സിറ്റിയിലാണ്. ഞങ്ങൾ ബലാർപൂർ എന്ന് പറഞ്ഞിട്ട് അവിടെ കോളനിയിലാണ്. ഞങ്ങളവിടെ കോളനിയിൽ എന്ന് വെച്ചാൽ എല്ലാ പിള്ളേരും ഭയങ്കര പഠിത്തം, IIM IIT അങ്ങനെയൊക്കെ പോകുന്ന ഡിസ്കഷൻ. എനിക്ക് അതിലോട്ട് അത് ഫിറ്റില്ല. എനിക്ക് ബിസിനസ് ചെയ്യണം. ഞാൻ ബിസിനസ് ഡിസ്കഷൻ ചെയ്യാൻ എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല. എല്ലാം നല്ല ഫ്രണ്ട്സാണ്, പക്ഷേ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ ആരും, എല്ലാവരും ജോലി ആ രീതിയിലാണ്. എനിക്ക് സിറ്റിയിലോട്ട് പോകണമെങ്കിൽ എപ്പോഴും വണ്ടി എടുത്ത് പോകാനും എപ്പോഴും പെട്രോളും അതൊക്കെ. പൈസ സേവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൻ്റെ തൊട്ടും മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നാഗ്പൂർ ഹൈദരാബാദ് ഹൈവേ ആണ്. അവിടെ ട്രക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അവരെ കൈ കാണിക്കും, അവർ കയറ്റും. അവർ 15 കിലോമീറ്റർ അപ്പുറത്ത് അന്നെങ്കിൽ 5 രൂപയ്ക്കുള്ളിൽ എന്തെങ്കിലും അവരുടെ കയ്യിൽ കൊടുത്താൽ ചിലപ്പോൾ പൈസ മേടിക്കില്ല. അപ്പം നമ്മൾ ഈ 15 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ടോപ്പിക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളത് പൈസ വാങ്ങില്ല. നമ്മൾ അവിടെ കൊണ്ട് ഇറക്കും. എൻ്റെ അനി സ്കൂട്ടർ വരും, ഞങ്ങൾ രണ്ടും കൂടെ പോയിരുന്ന് പലയിടത്ത് ഇരുന്ന് ഡിസ്കഷനാണ്. അങ്ങനെ മാസങ്ങളോളം ഡിസ്കസ് ചെയ്ത് എപ്പോഴാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഒരു ഇതിറക്കി, സിവിൽ എഞ്ചിനീയേഴ്സിന് സ്കോപ്പ് കുറവാണ്, അതുകൊണ്ട് ഹൂവർ പാസ്ഡ് പോളിടെക്നിക് ഓർ എഞ്ചിനീയറിംഗ് അവർക്ക് വിത്തൗട്ട് ടെൻഡർ ഒരു PWD കോൺട്രാക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് വിത്തൗട്ട് ടെൻഡർ അപ് ടു 15 lakhൻ്റെ വർക്ക് എടുക്കാം. ഈ 15 lakhൻ്റെ വർക്കിൽ ആദ്യം 5 ലക്ഷത്തിൻ്റെയാണ്. ഈ 5 ലക്ഷത്തിന് ചിലർക്ക് 1 ലക്ഷത്തിൻ്റെ വർക്ക് കിട്ടും, ചിലർക്ക് 50,000 കിട്ടും. അന്നേരം ഇത് രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ ഇച്ചിരി വലിയ ഇതാണ്, ഒരു കോൺട്രാക്ടറായിട്ട് ഇത് ചെയ്യുകയെന്നൊക്കെ വെച്ചാൽ. അന്നേരം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അച്ഛൻ സമ്മതിക്കില്ല, എൻ്റെ കൂടെ വരില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ അവരുടെ അച്ഛനോ കൊച്ചച്ഛനോ ആരെങ്കിലും ചേട്ടന്മാർ ആരെങ്കിലും വരും, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അച്ഛൻ അന്ന് തോറ്റുപോയതുകൊണ്ട് സംരംഭം തുടങ്ങണം. അന്ന് തൊട്ടേ ഒരു ബിസിനസ്സിലൊരു പേടിയാണ്.
അങ്ങനെ സിസ്റ്റർ ആ സമയത്ത് നല്ല ടോപ്പ് റാങ്കിൽ നല്ല ഇതിൽ നിൽക്കുന്നു. പുള്ളിക്കാരി അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിച്ച കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സിസ്റ്ററിനോട് എന്ന് പറഞ്ഞു, പുള്ളിക്കാരി എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അന്നത്തെ 3500 രൂപ എന്തെങ്കിലും പുള്ളിക്കാരുടെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് എടുത്തു തന്നു. ആ പൈസ വെച്ചാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്തിട്ട് വർക്ക് എടുക്കുമ്പം 5 ലക്ഷത്തിന് മുകളിൽ വർക്ക് തരില്ല. എന്തോ ഭാഗ്യത്തിന് എനിക്ക് 5 ലക്ഷത്തിൻ്റെ വർക്ക് ഒറ്റയടിക്ക് കിട്ടി. അത് അവിടുത്തെ ഒരു MP-യുടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയാണ്. പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഞങ്ങൾ സെൻട്രൽ ഇവിടെ താമസിക്കുന്നെങ്കിൽ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ എൻ്റെ കോളേജ്, ഒരു 50 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ ഈ പറയുന്ന സൈറ്റ്. വർക്ക് എടുത്തു. ഞാൻ എടുത്തപ്പോൾ എനിക്കിത് പോയി ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ ചെയ്യാം, നിനക്ക് അതിൻ്റെ ഒരു 10% കമ്മീഷൻ തരാം, നീ ഒന്നും ആലോചിക്കണം, നീ നിൻ്റെ കോളേജിൽ പോകും. അങ്ങനെ പുള്ളി ആ 10% വേണം 50,000 രൂപ. എന്നാൽ ഈ വർക്ക് എടുക്കാനുള്ള ഒരു മെയിൻ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ മേ ബി ഇൻ്റർവ്യൂ കാണുമ്പോഴേക്കും എൻ്റെ സിസ്റ്ററിനോടും അറിയുന്നത് പുള്ളിക്കാരുടെ കല്യാണം ആ സമയത്ത് അടുത്ത് വരുമായിരുന്നു. അന്നേരം കല്യാണത്തിന് ആ സമയത്ത് ട്രെൻഡ് കിടക്കുന്നത് വെച്ചാൽ ഇത്ര പവൻ സ്വർണം പ്ലസ് ഒരു മാരുതി 800 കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം മാരുതി 800-ൻ്റെ മിനിമം ഒരു പകുതിയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അച്ഛൻ അതിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് വെച്ചാണ് ഈ സംഭവം ഞാൻ തുടങ്ങുന്നത്. പക്ഷെ അത് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ നോക്കുമ്പോൾ 50,000 രൂപ കിട്ടുമല്ലോ. അന്ന് എനിക്കൊന്ന് 2 ലക്ഷം രൂപയാണ് 800. ബാക്കി എന്തെങ്കിലും വർക്ക് ചെയ്ത് 1 ലക്ഷമെങ്കിലും അച്ഛന് കൊടുക്കാൻ പറ്റണം എന്ന മൈൻഡിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഇതാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റേ ആൾ എടുത്തിട്ട് 50,000-ൻ്റെ 10% എനിക്ക് 5,000 അഡ്വാൻസ് വന്നു. ഞാൻ അതുമായിട്ട് ആ സമയത്ത് സിസ്റ്ററും അമ്മയും കൂടെ നാട്ടിൽ പോയി. സിസ്റ്ററിൻ്റെ PhD കല്യാണ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ അവരെ കാണാൻ നാട്ടിൽ പോകുന്നു ഒറ്റയ്ക്ക്. ആ പൈസയൊക്കെ കുറച്ച് ചിലവാക്കി അമ്മയ്ക്ക് ചെറിയ എന്തോ സ്വർണ്ണത്തിന് എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഈ പുള്ളി പറഞ്ഞു, എനിക്ക് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ്റ് ഉണ്ട്, ഈ വർക്ക് എടുക്കാൻ പറ്റില്ല, 5,000 തിരിച്ചു കൊടുത്തോ? ഇല്ല. അങ്ങനെ പുള്ളി പ്രശ്നമാക്കി വീട്ടിൽ വന്നു, കത്തിയൊക്കെ ആയിട്ട് വന്നു. എൻ്റെ വീട്ടിൽ ഇതൊന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഗുൽമോഹർ പാർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളനിയാണ്, അവിടെ എൻ്റെ വീട്ടിൽ വന്നു കുത്താനായിട്ട് തന്നെ എല്ലാം ഇതിൽ വന്നു, പൈസ തന്നില്ല. അങ്ങനെ കുറേ ഉന്തുതല്ലൊക്കെ ഉണ്ടായി. പക്ഷേ അത് അവിടെ തന്നെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പുള്ളി പോയി. പിന്നെ പൈസ ഞാൻ കൊടുത്തിട്ടില്ല. അതിനുശേഷം പിന്നെ പുതിയ ആളിനെ പിടിക്കണം. പുതിയ ആളിനെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നതാണ്. എനിക്ക് കോളേജിലും പോകണം. അങ്ങനെ ഒരു വർഷം കോളേജിൻ്റെ കഴിഞ്ഞു. അടുത്ത വർഷത്തിലോട്ട് കയറി സപ്ലൈ വരാൻ തുടങ്ങി. എഞ്ചിനീയറിംഗ് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ 50,000 രൂപ കൊണ്ട് പറ്റില്ല, പിന്നെ ഒരു വർക്കും കൂടെ വേണം. അങ്ങനെ അവിടുത്തെ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു, ഞങ്ങളവിടെ ഗഡ്ചിറോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഈ ഇറിഗേഷൻ്റെ കൾവേർട്ടില്ലേ, കോൺക്രീറ്റ് പൈപ്പ് ഇടുന്നത്, അതിൻ്റെ ഒരു 10 കൾവേർട്ട് ഇടുന്ന വർക്കുണ്ട്. ഒരെണ്ണം 50,000 വെച്ച് 10 എണ്ണം 5 ലക്ഷം രൂപ വർക്ക് എടുക്കാമെന്ന് വെച്ചു. ആരും എടുക്കുന്നില്ല, കാരണം നക്സൽ ഉണ്ട്. ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ പോയി ഒരു എയർ ഗണ്ണൊക്കെ വാങ്ങി. നമുക്ക് എന്ത് നക്സല് നമുക്ക് നോക്കി. ഞാൻ നോക്കി അവിടുന്ന് 50,000, അതൊരു നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കുന്നത്. ആ ഇത് 50, 1.5 ലക്ഷം രൂപ കിട്ടും, സിസ്റ്ററിന് കൊടുക്കാമെന്നുള്ള ആ മൈൻഡിലെ കാൽക്കുലേഷൻ. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഡേ പോയി ഒരു എയർ ഗണ്ണൊക്കെ വാങ്ങി. എയർ ഗണ്ണ് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും നക്സൽ ആരെങ്കിലും പിടിച്ച് അറ്റ്ലീസ്റ്റ് പേടിപ്പിക്കാൻ നമുക്ക് വേണ്ടേ. അന്നേരം കോളേജിൽ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ ഇത് ബാക്കിൽ ഗൺ വെച്ചിട്ട് ലൂസ് ഷർട്ടൊക്കെ ഇട്ടുണ്ടാക്കി ചില സമയത്ത് പോയിരിക്കുന്നത്. അങ്ങനെ അത് കുറേ ട്രൈ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു ഇഷ്യൂസിൽ ആ വർക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ സംഭവത്തിന് വേറൊരു കോൺട്രാക്ടിന് തപ്പി അവസാനം കിട്ടി. ആള് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നിനക്ക് ഓരോ ബില്ലിലും 10% തരാം. പക്ഷെ ആള് തരത്തില്ല. ഭയങ്കര പിടിപാടുള്ള ഒരാളാണ്. ആൾ അവസാനം എന്നെ ഇത് തരാന്ന് പറഞ്ഞിട്ട് വർക്ക് കഴിയാറായി. അപ്പോഴത്തേക്ക് സിസ്റ്ററിൻ്റെ കല്യാണം വന്നു. ശരിക്കും പറഞ്ഞാൽ കല്യാണ സമയത്ത് എനിക്ക് 5 വയസ്സ്, എനിക്ക് ഷർട്ട് മേടിക്കാൻ പോലും പൈസ ഇല്ല. അച്ഛനാണ് ഡ്രസ്സെല്ലാം വാങ്ങിയത്. 1.5 ലക്ഷം രൂപ കൊടുക്കാൻ പോയിട്ട് അച്ഛൻ്റെ ഷർട്ട് വാങ്ങാൻ പോലും എൻ്റെ പൈസ, അച്ഛനാണ് എനിക്കത് മേടിച്ചത്. അങ്ങനെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വർക്ക് ഫിനിഷായി. ഞാൻ എന്ത് ചെയ്തു, ഫൈനൽ ബില്ലിൽ പൈസയും എടുത്തു, കുറച്ച് പിന്നെ TDS അതൊക്കെയായിട്ട് പിന്നെ കിട്ടത്തുള്ളൂ. ഈ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പുള്ളി രാത്രിയിൽ സുമോയിൽ വന്നിട്ട് എന്നെ വിളിച്ചു. എന്നെ കിഡ്നാപ്പ് ചെയ്യും, തട്ടിക്കളയും, അത് ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ അച്ഛനെ വിളിച്ചു. അച്ഛനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛൻ എന്നെ അന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു, പഠിത്തത്തിൽ ശ്രദ്ധിക്കണം അതായതെന്ന് പറഞ്ഞു. ബട്ട് പുള്ളിക്ക് ഞാൻ പൈസ കൊടുത്തില്ല. പിന്നെ കുറച്ച് എമൗണ്ട് കിട്ടിയപ്പം എനിക്ക് യമഹ ബൈക്ക്, അത് ക്രേസാണ്. ചേച്ചിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഉള്ള കുറച്ച് അതെ. പിന്നെ മൊബൈൽ ഇത് ക്രേസ്, മൊബൈൽ അങ്ങനെയൊക്കെ കുറേ. കാരണം എൻ്റെ ദിമാഗ് ഖരാബ് എന്ന് പറയുന്നത് അതങ്ങ് ഭയങ്കര മൈൻഡ് ഇതായി. കാരണം ചേച്ചി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. അന്ന് ആ പൈസ അങ്ങനെ പിന്നെ നമുക്ക് ചിലവ് ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് ഇത്. പിന്നെ എന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കോൺട്രാക്ടർഷിപ്പ്. അന്നേരം ഒരു ദിവസം ഇങ്ങനെ അച്ഛനും അമ്മയും വേറെ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അച്ഛൻ 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം സിസ്റ്ററിനെ കല്യാണം കഴിഞ്ഞ് അച്ഛൻ ഫൈനാൻഷ്യലി നല്ല ടൈറ്റാണ്. അന്നേരം VRS എടുത്താൽ
കുറച്ച് പൈസ കിട്ടും. പുള്ളിക്കാർ അങ്ങനെ കമ്പനിയിലൊരു ഇത് വന്നു, 50 വയസ്സിന് പുറത്തുള്ള ആൾക്കാർക്ക് VRS. അത് കേട്ടപ്പോൾ എനിക്കൊരു ഇത്, കാരണം അച്ഛൻ്റെ ജോലി സ്റ്റേബിൾ ഉണ്ടെങ്കിൽ എനിക്കിതൊന്ന് പരീക്ഷിക്കാമല്ലോ ബിസിനസ് 2-3 വർഷമെങ്കിലും. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞില്ല, ഇമ്മീഡിയറ്റ്ലി പ്ലാൻ മാറ്റി. നാഗ്പൂർ അവിടുന്ന് ഒരു 100 കിലോമീറ്റർ ദൂരമാണ് നാഗ്പൂർ സിറ്റി. അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങോട്ട് ഷിഫ്റ്റായി. അവിടെ കുറച്ചുകൾ വർക്ക് ചെയ്തു. അന്നേരം അവിടെ പ്ലാൻ ഞങ്ങളുടെന്ന് വെച്ചാൽ ഒരു ബിൽഡേഴ്സ് ആവുക എന്നുള്ളത്, വലിയ വലിയ സ്ഥലം വാങ്ങിയിട്ട് ഫ്ലാറ്റ് പണിയുക അങ്ങനെയുള്ളത്. അതിൻ്റെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും കുറച്ച് ഫൈനാൻഷ്യൽ ഒരു ഫാമിലി ഡെവലപ്മെൻറ്റ്സ് നടന്നു. അന്നേരം ആ ഡിസിഷന് പിന്നെ എനിക്ക് മാറേണ്ടി വന്നു. അന്നേരം സിസ്റ്റർ ആ സമയത്ത് ദുബായിലുണ്ട്. സിസ്റ്റർ പറഞ്ഞു നീ വരാൻ പറഞ്ഞു. മുടിയനായ പുത്രനെ ദുബായിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ദുബായിൽ ഞാൻ ഷിഫ്റ്റ്. ദുബായിൽ പോകുമ്പോൾ അന്നത്തെ കാലത്ത് നടക്കാത്ത സംഭവമാണ്. മേ ബി ഒരു ഗോഡ്സ് ഗ്രേസ് എന്ന് പറയാം. ഞാൻ ചെന്ന് ഇറങ്ങുന്നത് രാവിലെ 2 മണിക്കാണ്. ബ്രദറിലോ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യണം. പുള്ളിക്കാരൻ എൻ്റെ CV കൊണ്ടുപോയി. അന്നത്തെ കാലത്ത് ഈ ഫാക്സ് മെഷീനിൽ CV ഇട്ട് എവിടെയൊക്കെയാണ് ഇതുള്ള വേക്കൻസികൾ അവിടെ അയക്കുക. ഞാൻ 2 മണിക്കെത്തി. 10 മണിക്ക് പുള്ളിക്കാരൻ ഫാക്സ് അയച്ചു. ഞാൻ എൻ്റെ നമ്പർ എഴുതി കൊടുത്തു. ആ നമ്പർ എഴുതിയത് 11-11:30 ആയപ്പോൾ എനിക്ക് കോൾ വന്നു. ജോലി കിട്ടി. 2 മണിക്ക് എനിക്ക് ജോലിയായി. സെയിം ഡേ ജോലി കിട്ടി. ഒരു റെക്കമെൻഡേഷനിൽ ഒന്നുമില്ല. പ്യൂർലി ജോലി കെട്ടി ഉടനെ പിടിച്ച് കെട്ടിച്ചു. അല്ലല്ല, അത് എൻ്റെ മൈൻഡിൽ അപ്പോഴും ബിസിനസ് ചെയ്യണം. അന്നേരം നമ്മൾ ഈ മലയാളം എനിക്ക് അന്നേരം ആ സമയത്ത് ഫ്ലുവൻ്റ് അല്ലായിരുന്നു. അന്നേരം ഫ്രണ്ട്സ് സർക്കിൾ കുറവാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നാഗ്പൂരുള്ള ഫ്രണ്ട്സിനെ ഇവിടെ വേക്കൻസി ഉണ്ട്, അവിടെ വേക്കൻസി, അവരൊക്കെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു 3-4 പേര് വന്ന് ഗ്യാങ്ങായി. ഞങ്ങളവിടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഇതിൽ എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് സാലറി സമയത്ത് കിട്ടുന്നില്ലായിരുന്നു. 3-4 മാസം പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്യുന്ന സമയത്ത് വേറൊരു പുള്ളി ഒരു സബ് കോൺട്രാക്ടറാണ്. പുള്ളിയും ഞാനും കൂടെ ഒരു ബിസിനസ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ചെയ്തു. ഒരാഴ്ച ഓടിയുള്ളൂ. മീൻസ് പുള്ളി കറക്റ്റ് ആളല്ലെന്ന് മനസ്സിലാക്കും, അത് വിട്ടു. തുടങ്ങുന്നതല്ല, അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ പോവാം, നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യാന്നുള്ള രീതിയിൽ. അന്ന് അച്ഛനും അമ്മയും ഒറീസയിലാണ്. തിരിച്ചു വന്ന് പൊട്ടിയിരിക്കുക. അന്നത്തെ വെച്ചാൽ എൻഡ് ഓഫ് ബെനിഫിറ്റ് ഒന്നും 2 വർഷം ചെയ്തതിന് ഇച്ചിരി ഒരു പൈസ, ചെറിയൊരു എമൗണ്ട് എൻ്റെ കയ്യിലുള്ളൂ. ആ എമൗണ്ടും ഈ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് കിട്ടണം. അതുവരെ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യണമല്ലോ. ഞാനും ബ്രദറിൻ്റെ താമസിക്കും. എനിക്ക് ബ്രദറിനോട് പറയാനും പറ്റില്ല, എൻ്റെ പൈസ കുറവാണ്. ഞാൻ എന്ത് ചെയ്യും, ഒരു അലുമിനിയം ബിരിയാണിയുടെ ട്രേ ഉണ്ടല്ലോ, അങ്ങനത്തെ ട്രേയിൽ റൈസ്, അവിടെ ഇന്നും ദുബായിൽ ആ ഹോട്ടലുണ്ടെന്ന് അറിയില്ല. ഒന്ന് നജഫ് റെസ്റ്റോറൻ്റ് ഉണ്ട് ദെയ്റ ക്ലോക്ക് ടവറിനടുത്ത്. അപ്പുറത്ത് ഒമാനിൽ നിന്ന് ബസ്സൊക്കെ വരുന്നതിൻ്റെ അപ്പുറത്ത് ഒരു മലിക് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഞങ്ങൾ പണ്ട് തൊട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഈ ട്രേയിൽ ഒരു ചെറിയ ഇതിൽ തൈരും ഈ റൈസും വാങ്ങിയിട്ട് ഉച്ചയ്ക്ക് പകുതി കഴിക്കും. ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് വെക്കും. വൈകുന്നേരം നോർമലി ഞങ്ങൾ ഈ ഫ്രണ്ട്സ് എല്ലാം ഒന്നിച്ചാണ് ഡിന്നർ പണ്ട് തൊട്ട് കഴിക്കുന്നത്. ഉള്ള സമയത്ത് ഇവർ വിളിക്കുമ്പോൾ ഞാൻ പോകത്തില്ല, എൻ്റെ പൈസ ഇല്ല. അവരോട് എനിക്ക് പറയാനും പറ്റുന്നില്ല. അങ്ങനെ അവർ നിർബന്ധിക്കും, വാ നമുക്കൊന്ന് അറ്റ്ലീസ്റ്റ് സംസാരിക്കുകയും ചെയ്യാം. എന്തോ എൻ്റെ ദിനേശ് എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, ഭയങ്കര. അതുകൊണ്ട് പുള്ളി ഞാനുമായിട്ട് പരിചയപ്പെട്ടിട്ട് 1 വർഷം പോലും അല്ല. ഞാൻ ദുബായിലോട്ട് വരുമ്പം എൻ്റെ കയ്യിൽ അറ്റസ്റ്റേഷൻ, അന്ന് ഡൽഹി പോയി അറ്റസ്റ്റ് ചെയ്യണം, അതിന് പൈസ ഇല്ല. പുള്ളി പറഞ്ഞ് നീ പേടിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മുതൽ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ പുള്ളി റൂമിൽ വന്നു, എൻ്റെ റൂമിൽ നാഗ്പൂർ വെച്ചു. ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ മോതിരമില്ല. അത്ര അറ്റാച്ച്ഡ്. അവൻ എൻ്റെ കൂടെ പിന്നെ ദുബായിൽ വന്നു. അവൻ എന്തോ ചിലപ്പം ഒരു ഫീൽ ചെയ്ത് കാണും, ഇവൻ്റെ പൈസ ടൈറ്റ് ആയിരിക്കും എന്തോ വന്നു. നമ്മൾ നീ വാ റെസ്റ്റോറൻറ്റിൽ കഴിക്കാം. അങ്ങനെ ഓരോ ദിവസം പോകുമ്പം അവർ കഴിക്കുന്ന പൊറോട്ടയിൽ നിന്ന് ഒരു പൊറോട്ട എനിക്ക് അങ്ങോട്ട് മാറ്റി. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവൻ എൻ്റെ ചീത്ത വിളിക്കും, ഞാൻ അത് പറയാതിരുന്നു. അവൻ പൈസ അവൻ തന്നേനെ. പക്ഷെ എനിക്ക് അവനോടും പറയാൻ പറ്റുന്നില്ല, ബ്രദറിനോടും പറയാൻ പറ്റില്ല, സിസ്റ്ററിനോടും വിളിച്ചു പറഞ്ഞു ഇച്ചിരി പ്രശ്നത്തിലാണ്, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു ഇത് ചെയ്ത് ഞാൻ 1 മാസം കഴിഞ്ഞ് നാട്ടിൽ വന്നു. നാട്ടിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അരപ്പവനോ 1 പവൻ്റെ ഒരു ഗോൾഡിൻ്റെ ഒരു റിങ് മാത്രമാണ് അച്ഛനോട്. അതാണ് എൻ്റെ ഫസ്റ്റ് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉള്ളത്. പിന്നെയും ബിസിനസ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിൽ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ് അച്ഛന് ജോലി മതിയായി, റിസൈൻ ചെയ്യുക. പിന്നെയും നമുക്ക് ആ ഒരു സ്റ്റാബിലിറ്റി കിട്ടുന്നില്ല. അന്നേരം ഞാൻ ഐഡിയ പിന്നെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ തിരിച്ച് ദുബായി പോകാം. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് എനിക്കൊരു ബ്രിട്ടീഷ് കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടി, നല്ല സാലറി തന്നെ അവർ വിളിപ്പിച്ചു. അങ്ങനെ ആ പോക്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ലൈഫിൽ ബിസിനസ് ചെയ്യുന്നതേ ഇല്ല. ക്വിറ്റ് ചെയ്തു. ഇനി അങ്ങോട്ടൊരു ഫാമിലി മാൻ, കല്യാണം കഴിക്കുക, കൊച്ചൊക്കെ ആവുക. അപ്പോൾ തന്നെ പത്രത്തിൽ പരസ്യം കൊടുത്തു. പോയി ജോലിയൊക്കെ ആയി 6 മാസത്തിനുള്ളിൽ അമ്മ ഇങ്ങനെ പേപ്പറിൽ കൊടുത്തു, ഞാൻ വരുന്നുണ്ട്, മീൻസ് ചെറുക്കൻ വരുന്നുണ്ട്. ഷോർട്ട്ലി ഓൺ ലീവ് എന്നും പറഞ്ഞാണ് പേപ്പറിൽ കണ്ടപ്പോൾ എൻ്റെ അമ്മ പേപ്പറിൽ കണ്ട് എഴുതി അയച്ചതാണ്. പണ്ടത്തെ ലെറ്ററിൽ എഴുതി അയക്കുമല്ലോ, അങ്ങനെ അയച്ചതാണ്. എനിക്ക് തോന്നുന്നു എന്നെ പെണ്ണ് കാണാൻ വന്നതിൻ്റെ ഒരു 7-8 പെണ്ണ് മറ്റോ കണ്ടിട്ട് ലാസ്റ്റ് സെലക്ട് 8ാമത്തെ ചായ കൂടിയായിരുന്നു.
അല്ല 9 കണ്ടു 3 ദിവസത്തിൽ. അത് ഒരു ദിവസത്തിൽ ഞങ്ങൾ ട്രിവാൻഡ്രം അമ്മ ഒരു സോൺ വൈസ് വെച്ചു. ഒരു ദിവസം ട്രിവാൻഡ്രം വെച്ചപ്പോൾ അതിൽ 5 എണ്ണം. 5-ൽ ആദ്യത്തെ പുള്ളിക്കാരിയാണ് കണ്ടത്. സെറ്റായി. ബാക്കി 4 കണ്ടോ ചോദിക്കട്ടെ? കണ്ടു. അമ്മ പറഞ്ഞു എന്തായാലും വന്നതല്ലേ, എല്ലാവരുടെ അടുത്ത് നമുക്ക്. ഓക്കെ, അങ്ങനെ തിരിച്ച് ദുബായിലേക്ക് വരുന്നു. അന്ന് എന്തായിരുന്നു പ്ലാനിങ്? ഒരു നല്ല പഠിപ്പുണ്ട്, MA കോളേജിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ ബയോടെക്നോളജി കഴിഞ്ഞാണ് വന്നത്. അപ്പം അവിടെ അതിന് വലിയൊരു സ്കോപ്പ് ഉള്ളതായിട്ട് തോന്നിയില്ല. അപ്പം പകരം എന്താ ചെയ്യാന്നുള്ളത് ഞാൻ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അങ്ങനെ കുറച്ച് കോഴ്സുകൾ ചെയ്തു. ഇടയ്ക്ക് നാട്ടിൽ വന്നു, ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് പ്രഗ്നൻസി ആയി, ആദ്യത്തെ കുട്ടിയായി. പിന്നെ അവൾ അപ്പം തീരെ കുഞ്ഞായിരിക്കുമ്പം കുട്ടി ചെറുതാവുമ്പോൾ ആൾക്ക് ബേബി സിറ്റിങ്ങിൽ കുട്ടിയാക്കിയിട്ട് ജോലിക്ക് പോകുന്നു. അതുകൊണ്ട് കുഞ്ഞൊന്നായിട്ട് ജോലി നോക്കിയാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോഴത്തേക്കും ഉടനെ തന്നെ രണ്ടാമത്തെ ആളുമായി. അപ്പം ഞാൻ ഇടയ്ക്ക് നാട്ടിലായിരുന്നു. പിന്നാണ് പെട്ടെന്നൊരു ഷിഫ്റ്റ്, മസ്കറ്റ് ജീവിതം, ദുബായ് മതിയാക്കിയ ഒരു മസ്കറ്റ് ജീവിതം രണ്ടാമത്തെ കുട്ടി ആയതിനു ശേഷം. മസ്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് മസ്കറ്റിലേക്ക് പോയി. അത് ആക്ച്വലി 2 സംഭവം. ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഫാമിലി മാൻ എന്ന കൺസെപ്റ്റോട് ഞാൻ മാറിക്കഴിഞ്ഞപ്പം നേരത്തെ പറഞ്ഞ മാതിരി പണ്ട് ഞങ്ങൾ കൊച്ചുനാളിൽ 2 വർഷം ഞാൻ എൻ്റെ ഒരു മാമൻ്റെ വീട്ടിലാണ് താമസിച്ചു. അന്നേരം അവിടുത്തെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അത് കൃഷി ബാക്ക്ഗ്രൗണ്ടാണ്. പ്ലസ് മാമന് വൈകുന്നേരം ചിട്ടിയുണ്ട്. വൈകുന്നേരം മാമൻ്റെ മോനും മാർക്കറ്റിലോട്ട് ചിട്ടിയുടേതിന് പോകും. എൻ്റെ ജോലി എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അവിടെ കൊല്ലത്ത് ഈ TKM കോളേജിനടുത്ത് കുറ്റിച്ചിറ എന്നുള്ള സ്ഥലമുണ്ട്. അവിടെ പോയി, അന്ന് എനിക്കൊന്ന് 8 വയസ്സും കണ്ടേ ഉള്ളൂ. എനിക്ക് പോയി ഈ ആടിന് തിന്നാൻ പ്ലാവല്ല മാർക്കറ്റിൽ കിട്ടും. അത് വാങ്ങിയിട്ട് ഒരു കെട്ടായിട്ടാണ് തലയിൽ വെച്ചിട്ട് വരണം. അന്നേരം അത് വാങ്ങി കൊണ്ടുവന്ന് വെക്കുക, അതിനുശേഷം പഠിക്കുക. പക്ഷെ മാമൻ്റെ അവിടെ എനിക്കൊരു ഡിസിപ്ലിൻ, പൈസ സേവ് ചെയ്യുന്ന കാര്യം, രാവിലെ എഴുന്നേൽക്കുന്ന ഫുഡ് എല്ലാം ഭയങ്കര മാമൻ സ്ട്രക്ചേർഡാണ്. അതൊക്കെ എനിക്ക് ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഈ ഡെയിലി റൂട്ടീനാണ് എനിക്ക്. അതെനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല ആ സമയത്ത്. നമുക്ക് ഫ്രണ്ട്സ് വേണ്ടല്ലേ, 8-9 വയസ്സുള്ള സമയത്ത് ഫ്രണ്ട്സ്, അച്ഛനും അമ്മയും ഇല്ല, അവരെ കാണാൻ ഇല്ല, വൈകിട്ട് നമ്മളൊരു കഥ പറയാൻ അല്ലെങ്കിൽ ഇത് ഒന്നും പറയാനില്ല. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യും. പക്ഷെ അത് ഞാൻ ഫീൽ ചെയ്തില്ല. ദുബായിൽ വന്നിട്ട് ഈ പറഞ്ഞ ഞാൻ സെക്കൻഡ് ഇന്നിങ് ആയല്ലോ, ഒരു ഫാമിലി മാൻ എന്ന രീതിയിൽ വയ്ക്കുമ്പോൾ ഞാനും എൻ്റെ ബ്രദറിലും താമസിക്കുന്ന ബിൽഡിങ്ങിന് താഴെ ദേറ ക്ലോക്ക് ടവറിനടുത്ത് നജഫ് റെസ്റ്റോറൻറ്റ്, എൻ്റെ ബാക്കിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ബേബി സിറ്റിംഗ് ഉണ്ട്. അവിടെ ഞാൻ ഡെയിലി കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു കപ്പിൾ ഒരു കൊച്ചിനെ ഇങ്ങനെ തോളത്ത് ഇട്ടുകൊണ്ട് അവിടെ കൊണ്ടാക്കാൻ വരും. ആ കൊച്ചു അന്നേരം ഉറക്കമായിരിക്കും. വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഈ കപ്പിൾ ആ കൊച്ചിനെ എടുക്കാൻ വരുമ്പോഴും കൊച്ചു ഉറക്കമാണ്. അന്ന് ഫ്രൈഡേ ഒക്കെ അവിടെ അവധിയുള്ളൂ, പബ്ലിക് ഹോളിഡേ. എന്നാൽ എനിക്ക് മനസ്സിലായി കൊച്ചി അവരുടെ അച്ഛൻ്റെ അമ്മയും മുഖം കാണുന്നത് ഓൺലി ഒരു ദിവസമായിരിക്കും ആഴ്ചയിൽ. എന്തൊരു ലൈഫാണ് അത് എന്നെ വല്ലാതെ എപ്പോഴും ഫീൽ ചെയ്യും. എനിക്ക് അതും എൻ്റെ പഴയ ലൈഫും കൂടെ എവിടെയോ കണക്ട് ആയിട്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ കൊച്ചാണ്, ഒരിക്കലും ഞങ്ങൾ കൊച്ചുങ്ങളെ പിരിഞ്ഞുള്ളവർ. പിന്നെ പുള്ളിക്കാരിയും ഒറ്റ മകളാണ്, അച്ഛൻ്റെ അടുത്ത് കൂടുതൽ ലൈഫിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല ടൈം. അത് ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു, ഒരിക്കലും കുട്ടികളെ ഇതാക്കില്ല. പ്ലസ് ഞാൻ എപ്പോഴും മഹാരാഷ്ട്രയിലും അങ്ങനെ ഇതൊക്കെ ആയതുകൊണ്ട് ഗ്രാൻഡ് പേരൻസിനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരുപാട് നടന്നിട്ടില്ല. എനിക്കൊരാഗ്രഹം എൻ്റെ കുട്ടികളെ എപ്പോഴും അവരുടെ ഗ്രാൻഡ് പേരൻസുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അതിനെന്ത് വേണം? ഇവരെ അവിടെ കൊണ്ടുവരണം. ആ സമയത്ത് അച്ഛൻ റിട്ടയർ ആകുമ്പോൾ അച്ഛന് 15 ഇയേഴ്സ് ആ ഏജിലാണ് മഹാരാഷ്ട്രയിലോട്ട് പോയത്. പുള്ളിക്കാരിക്ക് നാട്ടിലൊരു പരിചയമോ അങ്ങനെ കണക്ഷൻസോ ഒന്നുമില്ല. എന്നാൽ പുള്ളിക്കാരൻ റിട്ടയർമെൻറ്റിന് ശേഷം എന്ത് ചെയ്യുന്നുള്ള ഒരു കൺസേൺ പുള്ളിക്കാരനെക്കാട്ടി കൂടുതൽ കൺസേൺ എനിക്കാണ്. എങ്ങനെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ കുറേ ആലോചിച്ചിട്ടും എനിക്ക് ദുബായ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ ഇടയ്ക്ക് ഞങ്ങളൊരു ട്രിപ്പ് ഞങ്ങൾ രണ്ടും കൂടെ മസ്കറ്റിൽ പോയിരുന്നു. എൻ്റെ റിലേറ്റീവ് കൊണ്ടവിടെ, പുള്ളിക്കാരൻ്റെ ഒരു ബിസിനസ് ഉണ്ട്. അത് കുറച്ചൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മസ്കറ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഒരു കേരളത്തിൻ്റെ ഒരു ലുക്ക് ഉണ്ട്. ഒരു ഫാമിലി ലൈഫിന് പക്കാ പറ്റിയ സ്ഥലം. ഉച്ചയ്ക്ക് വന്ന് മിക്ക ആൾക്കാരും ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് ബ്രേക്ക് ഉണ്ട്. എൻ്റെ സൂപ്പർ നല്ല ജോലി. ഞാൻ ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്, യൂറോപ്പിൽ പോയിട്ട് എല്ലാം നല്ല ജോലി, നല്ല രീതിയിലെല്ലാം എൻ്റെ പോയിക്കൊണ്ടിരിക്കും. ഒരു പ്രശ്നവുമില്ല. ഭാര്യയും നിങ്ങളും കുടുംബമായിട്ട് പോകുന്നു, ഒരു സന്തോഷം, ഭയങ്കര ഹാപ്പി ലൈഫ്. ഹാപ്പി ലൈഫ്, ഒരു കുഴപ്പമില്ല. ഞാൻ 5:30 ആകുമ്പോൾ ഓഫീസ് കഴിഞ്ഞു, 4 മാസം കൂടുമ്പോൾ യാത്രകൾ പോകുന്നു. എന്നിട്ട് എങ്ങനെ മസ്കറ്റിലേക്ക് എത്തി? ആ യാത്ര മസ്കറ്റ് കണ്ടു, മസ്കറ്റ് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം അവിടെ നിന്നു. അപ്പോൾ ഭാര്യയും പറയണം മസ്കറ്റിലേക്ക് പോയേക്കാന്ന്. അങ്ങനെയല്ല, ഞങ്ങൾ ആ മസ്കറ്റ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും പുള്ളിക്കാരൻ്റെ ബിസിനസ്സും ഇഷ്ടപ്പെട്ടു, നമുക്ക് അവർക്കും ഒരു കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട് എങ്കിൽ എന്തെങ്കിലും അതിലൊരു പാർട്ണർഷിപ്പ് പോലെ ഇട്ട് നമുക്ക് ഇട്ടിട്ട് പതുക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി. ബന്ധുവാണോ? അതെ, ആരെ ബന്ധുവാ?
എൻ്റെ എന്നൊരു പ്ലാൻ ഇട്ടു. വീണ്ടും ബിസിനസ്സിലേക്ക് വരികയാണ്. വീണ്ടും ബിസിനസ്സിലല്ല, ജോലി എന്തായാലും കളയാൻ പറ്റില്ല. കാരണം ഇത്രയും ആൾക്കാർ അവിടെ വന്ന് നിൽക്കണമെങ്കിൽ ബിസിനസ് എന്തായാലും ഒന്ന് വളർന്നു വരാൻ സമയം എടുക്കുമല്ലോ. അപ്പൊ ഇത്രയും പേര് സസ്റ്റെയിൻ ചെയ്യാൻ അതുകൊണ്ട് വരില്ല. അപ്പൊ ഞാൻ സെക്കൻഡ് ഡെലിവറിക്ക് നാട്ടിലാണ്. പുള്ളിക്കാരൻ ജോലി റിസൈൻ ചെയ്യണോ, അവിടെ പുതിയ ജോലി നോക്കണോ മസ്കറ്റില് എന്നുള്ള ഒരു ഇതില്ല. പക്ഷെ എങ്ങനെയോ ഓഫീസിൽ അത് സമ്മതിച്ചു. അത് ഭയങ്കര അതിശയമായിരുന്നു. പുള്ളിക്കാരന് അവരുടെ എന്തെങ്കിലും ഒരു പുതിയ യൂണിറ്റ് വല്ലതും തുടങ്ങാനോ എന്തെങ്കിലും ആക്കാന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടനോട് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു മസ്കറ്റിലോട്ട്. അങ്ങനെ ആള് പോയി. എനിക്ക് തോന്നുന്നു 2 മാസം മറ്റോ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ അമ്മ, ഞാൻ, 2 കുട്ടികള്, ഏട്ടൻ്റെ അച്ഛനമ്മ, ഞങ്ങൾ ഇത്രയും പേർക്ക് ഉള്ള സകുടുംബം മസ്കറ്റിലേക്ക് വരികയാണ്. ഞാൻ വീട് എടുത്തു, ഒരു 4 ബെഡ്റൂം SUV വണ്ടി എടുത്തു. എനിക്ക് അത്ര അത്യാവശ്യം നല്ല സാലറി, നല്ല ബ്രിട്ടീഷ് കമ്പനിയാണ്, നല്ല സാലറിയാണ്, നല്ല ഫ്രീഡം ഉണ്ട്, ഭയങ്കര സന്തോഷം ജീവിതം. അങ്ങനെ പോവാനായിട്ട് ടിക്കറ്റ് എടുത്ത് രാവിലെ എടുത്ത് എന്നോട് പോയി എല്ലാം റെഡിയായി പ്രിന്റ് ഒക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോൾ ഓഫീസിൽ നിന്ന് കോള് വന്നു, തിരിച്ച് ദുബായിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ല, അതിന് മുമ്പ് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി പറഞ്ഞ ഈ ഒരു ബിസിനസ് കൺസെപ്റ്റിൽ റിലേറ്റഡ് അത് തുടക്കത്തിലെ വർക്ക്ഔട്ട് ആയില്ല. ബിസിനസ് ആദ്യമേ തന്നെ വീണ്ടും പൂട്ടി. അത് സ്വാഭാവികം, നമ്മുടെ ജീവിതത്തിലെ ഒരു യാത്ര അങ്ങനെ പൂട്ടുന്നു. അതിലൊരു പാഠം പഠിച്ചെന്ന് വെച്ചാൽ കഴിവതും ലെഡ്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്യാതിരിക്കാൻ നോക്കണം. സെക്കൻഡ്, നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്താൽ ഡിസിഷൻ പലപ്പോഴും ഇമോഷണലി ആയിരിക്കും എടുക്കുന്നത്. ബന്ധുക്കളായിട്ട് ബിസിനസ് ചെയ്യേണ്ടെന്നൊരു പാഠം തോന്നി. പക്ഷെ അതിൽ എനിക്ക് നമ്മളെ സർക്കിളിൽ എനിക്കൊരു ഗ്രേ ഷെയ്ഡ് കിട്ടി, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള ഇതിൽ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവര് വരുന്ന സമയത്താണ് എന്റെ കമ്പനി തിരിച്ചു പിടിക്കുന്നത്. അന്ന് പ്രശ്നം ഇവിടെ എല്ലാം സെറ്റായി, സാധനങ്ങളെല്ലാം വാങ്ങി, ഇവർക്ക് സെറ്റായി. അച്ഛന് ഞാനൊരു ട്രേഡിംഗ് കമ്പനി ഇട്ട് കൊടുക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ. അച്ഛനും ബിസി ആവും എന്നുള്ള രീതിയിൽ അതും ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നതാണ്. ഞാൻ ദുബായിലാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു ഐഡിയ വന്ന് സ്ക്രാപ്പിൻ്റെ, ഈ മെറ്റൽ സ്ക്രാപ്പ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഗൾഫിൽ നിന്ന്, ദുബായിൽ നിന്നും മസ്കറ്റിൽ നിന്നൊക്കെ ബോംബെയിലൊക്കെ പോകും. അങ്ങനെ ആ ഒരു മെറ്റൽ സ്ക്രാപ്പിൻ്റെ സംഭവം ഞങ്ങൾ തുടങ്ങി. പക്ഷെ അത് എന്തോ ഞാൻ ദുബായിലും ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇവിടെ വരുന്നു. അന്നേരം എനിക്ക് ഫാമിലി ഇവിടെയും ഞാൻ ദുബായിലുമായി. ഈ ഒരു ഇതാണ് അതിലൊരു പ്രശ്നം. രണ്ട് രാജ്യമല്ലേ, യു ഹാവ് ടു സ്റ്റാമ്പ് വിസ എവറി ടൈം. അന്നേരം ആ വിസ സ്റ്റാമ്പിങ്ങിന് പ്രശ്നം വെച്ചാൽ, ഞാൻ അൽക്കൂസിൽ വർക്ക് ചെയ്യുന്ന ഞാൻ 5:30 കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി ദേരയിലെ ഒരു ചെറിയ റൂം എടുത്ത് ബെഡ്സ് എടുത്താൽ താമസിക്കുന്നത്. അവിടെ ചെന്ന് ബാഗൊക്കെ വെച്ചിട്ട് പിന്നെ എൻ്റെ അടുത്ത ലഗേജും എടുത്ത് ദേര ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് ഹത്ത ബസ് പിടിക്കണം. ഹത്ത ബസ് പിടിച്ച് ദുബായ് ബോർഡറിൽ വരും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് ഈ പാസ്പോർട്ട് അടിക്കുന്ന അവിടെ വരെ പോകാൻ വണ്ടി കാണില്ല. പിന്നെ ഞാൻ ഓരോരുത്തർക്ക് ലിഫ്റ്റൊക്കെ ചോദിച്ചിട്ടായിരിക്കും അവിടെ എത്തുന്നത്. അപ്പോഴത്തേക്ക് രാത്രി ഒരു 10-10:30 ആവും. അതിനിടയ്ക്ക് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ഈ ചിലർ BMW മെർസിഡീസിലൊക്കെ ഒമാന് മസ്കറ്റിൽ നിന്ന് ദുബായിലോട്ട് വരും ബിസിനസ്സുകാരൊക്കെ. അവരോടൊക്കെ പറയുന്ന പോലെ എൻ്റെ വണ്ടി കൊണ്ടുവന്നില്ല, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുവാണ്. അവർ ഡ്രോപ്പ് ചെയ്യും, നല്ല കണക്ഷൻ ആയി അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട്. അങ്ങനെ മസ്കറ്റും ദുബായുമായിട്ട് ഷട്ടിൽ സർവീസ് ആയിട്ട് 2 വർഷം. അപ്പൊ കച്ചവടം ഇവിടെ സ്ക്രാപ്പിന്റെ ബിസിനസ് തുടങ്ങി. ബട്ട് അച്ഛൻ ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, ഞാൻ ഇവിടെ അല്ലേ, ഫുൾ വീക്ക് ഞാൻ ഇപ്പുറത്തല്ലേ. അങ്ങനെ അച്ഛൻ ദിവസം പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റുന്ന അച്ഛൻ വിട്ടു, നാട്ടിൽ പോയി. നമ്മുടെ ആഗ്രഹമായിരുന്നു അച്ഛൻ നിർത്തുക. അതെ, അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അച്ഛൻ എന്നോട് പറഞ്ഞില്ല ഞാൻ പോകുവാന്ന്. എയർപോർട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് നടക്കത്തില്ല, നീ നിന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു, എനിക്കത് കാണാൻ പറ്റില്ല, ഞാൻ പോകുവാന്ന്. വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടിരുന്നു. പുള്ളി എന്ത് തോന്നിയ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ? ഭയങ്കര ആക്ച്വലി ഞങ്ങൾക്ക് ആർക്കും അത് അറിയത്തില്ലായിരുന്നു പപ്പ ഇങ്ങനെ പോവുകയാണെന്നുള്ളത്. ഒരു ദിവസം വൈകുന്നേരം നടക്കാൻ പോയ ആളെ കാണാനില്ല. എയർപോർട്ടിൽ ഇരുന്നിട്ട് വിളിക്കുമ്പോഴാണ് അറിയുന്നത്. എല്ലാവരും നന്നായി പേടിച്ചു. മമ്മിയൊക്കെ യൂഷ്വൽ നടന്നിട്ട് വരുന്ന ടൈം കണ്ടിട്ടും അറിയില്ല. ഭാഗ്യത്തിന് അന്ന് ഏട്ടൻ ദുബായിൽ നിന്ന് വന്ന വീക്കെൻഡ് ആയിരുന്നു, സ്ഥലത്തുണ്ടായിരുന്നോ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പുതിയ സ്ഥലം, ഞങ്ങൾക്ക് വലിയ പുതിയല്ല, അന്നേരത്തേക്ക് 1.5 വർഷമായി. എന്നാലും കുട്ടികളെയും കൊണ്ട് അധികം ഒന്നും പുറത്ത് പോകുന്നൊന്നുമില്ല. അപ്പോൾ എവിടെ പോയി ആരെടുത്ത് അന്വേഷിക്കണം എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഏട്ടനുള്ളതുകൊണ്ട് പോയി അന്വേഷിച്ചു. അതിനിടയ്ക്ക് പപ്പ വിളിച്ചു എയർപോർട്ടിലാണെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഒരു 2-3 മണിക്കൂർ കുറച്ച് ടെൻസ്ഡായി, എന്താണ് ഏതാണ്. അപ്പം അല്ല, നല്ല വിഷമം തോന്നി. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് ഇത് പപ്പായ്ക്ക് വേണ്ടിയാണ്. അപ്പൊ അതിലൊരു വന്നപ്പോ വിഷമമാണ്. ബട്ട് ഓഫ് കോഴ്സ് പപ്പായും കുറ്റം പറയാൻ പറ്റില്ല. പപ്പായ്ക്കും പുതിയൊരു സ്ഥലം വന്ന് വീട്ടിൽ തന്നെ അടച്ചിരിക്കുക, വണ്ടി ഓടിക്കുക. എന്നെ വഴക്ക് പറയും, ടാക്സി എടുക്കാൻ പോലും ഫൈനാൻഷ്യലി എൻ്റെ സാലറി എല്ലാം ഉണ്ടല്ലോ, ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസ് ആയി മാറി. ഇത്രയും പേരും ഉണ്ട്, വേറെ റവന്യൂ ഇല്ല, എൻ്റെ സാലറിയേ ഉള്ളൂ, അന്നേരം പറ്റുന്നില്ല. അങ്ങനെ പിന്നെ പതുക്കെ അമ്മയും പോയി. പിന്നെ അമ്മയും പോയി. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കമ്പനി പറഞ്ഞ് തിരിച്ച് ദുബായിൽ ഒന്നുകിൽ ദുബായ് അല്ലെങ്കിൽ ജോലി വിടണം.
ആ രീതിയിലൊരു ഡിസ്കഷൻ നടന്നു. നിൽക്കുമ്പോൾ വേറൊരു പൊസിഷനാണ് എനിക്ക് തരുന്നത്. അന്നേരം എന്തോ എനിക്ക് ആ സമയത്ത് ഇഷ്ടപ്പെട്ടില്ല. സ്ക്രാപ്പ് ഒന്ന് ക്ലിക്കായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു സ്ക്രാപ്പ് ഉണ്ട്, നിങ്ങളുടെ ജോലി വേണ്ടെന്നും പറഞ്ഞിറങ്ങി. നല്ല ഓഫർ തോന്നി. UK വേറെ എങ്ങോട്ടെങ്കിലും ഉള്ളത്, മിഡിൽ ഈസ്റ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേണമെങ്കിലും കൊടുക്കാമെന്നെല്ലാം പറഞ്ഞു ഓഫർ. പക്ഷെ ആളുടെ മനസ്സിൽ ഇതും കിടക്കുന്നത് കൊണ്ട് ആ സമയത്ത് ഇതിനോളം ഇത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് എന്തോ എനിക്ക് ഒരു മൈൻഡ് വന്നില്ല. ഞാൻ തിരിച്ചു വന്നു. ഒരു സ്ക്രാപ്പിന്റെ ഒരു ബയർ ഉണ്ടായിരുന്നു, പുള്ളിയോട് അല്ല, ഒരു ചോദ്യം ഇവിടെ ചോദിച്ചോട്ടെ. ഈ ബിസിനസ്സുകാരനെ കിട്ടുകയല്ല എന്നുള്ളതായിരുന്നല്ലോ തീരുമാനം. ഈ ആൾ ഈ സ്ക്രാപ്പിലേക്കും നാട്ടിലുള്ള കമ്പനികളിലൊക്കെ ഇപ്പോൾ റിലേറ്റീവിൻ്റെ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഗംഭീരമായിട്ട് പൊട്ടിയെങ്കിലും നിങ്ങൾ ആ സമയത്തൊരു ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാകണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയായിരുന്നു? ഒരിക്കലും ഇല്ല. എന്തായാലും ജോലി ഉണ്ടല്ലോ, അതിന്റെ ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല. അത് മമ്മിയും പറഞ്ഞ് നീ എന്ത് വേണോ ചെയ്തോ, പക്ഷെ ജോലി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കട്ടൻഡറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടൻഡറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ അമ്മയെ വിളിച്ചു. മമ്മി മസ്കറ്റിലുണ്ട്, അച്ഛൻ പോയി, മമ്മി മസ്കറ്റിലുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന കമ്പനി പറയുന്നത്. മമ്മി നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ വിട്ടോളാൻ പറഞ്ഞു. മമ്മി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്. ഞാൻ റിസൈൻ ചെയ്തു. തിരിച്ച് മസ്കറ്റിൽ വന്ന് ആ സ്ക്രാപ്പിന്റെ സംഭവം തുടങ്ങിയപ്പോൾ അവിടെ പുതിയ റൂൾ വന്നു. സ്വന്തമായിട്ട് യാർഡ് ഉള്ളവർക്ക് മാത്രമേ അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ പോലീസിനെ കൊണ്ട് കണ്ടെയ്നറിന് മുമ്പിൽ നിർത്തണം, ഫുൾ ഡേ സ്റ്റഫ് ചെയ്യുന്നത്. അതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി മുമ്പോട്ട് പോയില്ല. അന്നേരം ഞങ്ങൾക്ക് മന്ത്ലി എക്സ്പെൻസും ഇല്ലേ, പുള്ളിക്കാരിക്ക് ആ സമയത്ത് ജോലി ചെയ്യില്ല. എന്നാൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരുന്ന് അന്ന് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഞങ്ങളുടെ ഫ്ലാറ്റ് പകുതി ഷെയറിങ്ങിന് കൊടുത്തു തമിഴ് ഫാമിലിക്ക്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ആലോചിക്കുവാണ് ഇത്ര എമൗണ്ട് മിനിമം ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇവരെല്ലാം നാട്ടിൽ പറഞ്ഞു വിടും. ഇത് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഓഫീസിൽ പോയി. അവിടെ ചെന്ന് പുള്ളിക്കാർ ചെയ്ത കോഴ്സിൻ്റെ 1 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എങ്ങനെ വേക്കൻസി ഉണ്ട്. ഉണ്ട്, അത്യാവശ്യമാണ്, പക്ഷെ ആള് എലിജിബിൾ ആയിക്കണം. അങ്ങനെ പുള്ളിക്കാരോട് CV അയച്ചു. നെക്സ്റ്റ് ഡേ ഇന്റർവ്യൂ, പുള്ളിക്കാരിക്ക് ജോലിയായി. ഞങ്ങൾ തലേന്ന് സംസാരിച്ച് എക്സാക്ട്ലി ആ എമൗണ്ട്, മിനിമം സർവൈവലിന് വേണ്ട എമൗണ്ടിന്റെ സാലറി പുള്ളിക്ക് കണ്ടു. പിടിച്ചെന്ന് വെച്ചാൽ ഒരു 2013 ഫെബ്രുവരിയിലാണ് ആൾ റിസൈൻ ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ് നെക്സ്റ്റ് മന്ത് മാർച്ചിൽ 2013 മാർച്ച് ആയപ്പോഴേക്കും എനിക്ക് ജോലി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ നമുക്കൊരു ജോലി കിട്ടുകയാണ്, വലിയൊരു ജോലി കിട്ടുകയാണ്. അപ്പോൾ അത് ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു സമയത്താണല്ലോ ആ ജോലി കിട്ടുന്നത്. അത് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ജോലി പോയിട്ടുണ്ട്. അപ്പോൾ നിതീഷ് ആ സമയത്ത് എന്ത് ചെയ്തു? ഞാൻ ഈ പറഞ്ഞത് സ്ക്രാപ്പിൻ്റെ അത് തുടങ്ങിയ ഉള്ള ഇതിൽ വന്ന് എനിക്കൊരു ബയർ ആ സമയത്ത് ദുബായിലുണ്ടായിരുന്നു. പുള്ളിയോട് കാര്യം പറഞ്ഞു. പുള്ളിയോട് നീ എനിക്ക് വേണ്ടി എടുത്ത് $2 പെർ ടൺ കമ്മീഷനാണ്. ഞങ്ങളുടെ ടാർഗറ്റിൽ അങ്ങനെ എല്ലാം കൂടെ എങ്ങനെ $2,000 എനിക്ക് കമ്മീഷനായിട്ട് ഓൾമോസ്റ്റ് മാസം കിട്ടും. നല്ലൊരു ഇതാണ് സംഭവം. അതിൽ തുടങ്ങി നമ്മൾ. അന്നേരം പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ ഇത് വന്നു, റൂൾസ് വന്നു. സ്വന്തമായിട്ട് യാർഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂ. സെക്കൻഡ്, പോലീസിനാണ് നിൽക്കണം സ്റ്റഫിങ് ചെയ്യുന്നത്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലായിരുന്നു. ഞാനിങ്ങനെ എന്ത് ചെയ്യും? കാരണം പുള്ളിക്കാരിക്ക് എന്തെങ്കിലും അത് ജോലിയായി. എൻ്റെ ഒന്ന് ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് സ്പേസിലായിരുന്നു ഞാൻ വർക്ക്. കുറച്ച് ലക്ഷറി ഐറ്റം, സാനിറ്ററി വെയർസും അങ്ങനെയുള്ള കുറേ ഫീൽഡ്സിലായിരുന്നു. എൻ്റെ അവിടുത്തെ ഉള്ള പ്രോമിനൻ്റ് ആയിട്ട് കുറച്ച് കമ്പനീസിലെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസ്, ഞാൻ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ ആയിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂസ് വരും സൈറ്റിലൊക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു കൺസൾട്ടൻസി ചെയ്യാമോ? അങ്ങനെ ഞങ്ങൾ ചെറിയ എമൗണ്ട് നിനക്ക് തരാം. അവർക്ക് അതിൻ്റെ സംഭവങ്ങൾ അറിയില്ല, പക്ഷെ അവർക്ക് ഇഷ്യൂ അറിയാം. ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഇതറിയാം. അങ്ങനെ സൈറ്റ്സിൽ ഞാൻ പോയി ചെയ്യും. അവർ ചെറിയൊരു എമൗണ്ട്, അത് 50 റിയാൽ 100 റിയാൽ. അതുകൊണ്ട് എനിക്കൊന്ന് 50 റിയാൽ എന്ന് പറയുമ്പം ഇവിടുത്തെ 10,000 രൂപ. എനിക്കതുകൊണ്ട് അവിടുത്തെ ഇതൊന്നും ആവില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ 2-3 സൈറ്റിൽ പോയപ്പം പിന്നെ ഇവർ ചെയ്യുന്ന വർക്ക് നമുക്കും ചെയ്യിക്കാന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ലേബേഴ്സും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അവിടെ ഒരാളെ പരിചയപ്പെട്ടു, കോൺട്രാക്ടറിന്. പുള്ളിയുടെ കാര്യം പറഞ്ഞു, ഞാനിത് ചെയ്യിക്കുക, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാന്ന് പറഞ്ഞു. ഞാനിത് ഇവരോട് പറഞ്ഞു. ഇവർക്ക് അത് ഭയങ്കര സന്തോഷമായി. കാരണം ഇവർക്ക് കസ്റ്റമേഴ്സ് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ഒരു നല്ല ഹൈ ക്വാളിറ്റി, ഹൈ എൻഡ് എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ആണ്. അതിൻ്റെ കറക്റ്റ് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം അറിയണം. അത് ചെയ്യിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്നെങ്കിൽ അവർക്കും ബിസിനസ് കൂടും. അങ്ങനെ അത് ക്ലിക്കായി. പ്ലസ് 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസിലേക്ക് എൻജിനീയറിംഗ് പാർട്സ്, പിന്നെ അങ്ങനെ കുറേ ഇതിൻ്റെ എനിക്ക് അവിടുത്തെ മസ്കറ്റിലെ മിക്ക പ്രോമിനൻറ്റ് ഹോട്ടൽസിനും സപ്ലൈ ഞാൻ ചെയ്തു. ഈ 2 ബിസിനസ് കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2 ക്ലിക്കായി. ആദ്യമായിട്ടൊരു സംരംഭം ക്ലിക്കായി. എനിക്ക് അത്യാവശ്യം പൈസ വരും. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ വരുന്ന പൈസ ഞാൻ സേവ് ചെയ്ത് വീട് വെക്കും, അങ്ങനെയൊന്നും ചെയ്യില്ല. അതിനെ ബിസിനസ്സിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോഴും എക്സിബിഷൻസിൽ പോകും. അവിടുന്ന് ദുബായ് ട്രാവൽ ചെയ്യും, എക്സിബിഷൻസിൽ പോകും, പുതിയ പുതിയ കാര്യങ്ങൾ കാണും, ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യത്തിൽ ഞാൻ പുള്ളിക്കാരുടെ ശമ്പളം വീടിൻ്റെ കാര്യത്തിൽ നടക്കും. എൻ്റെ സേവിങ് അല്ല, ബിസിനസ്സിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. കയ്യിൽ അന്നേരം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഞാൻ റോളിംഗ് ആണ്.
അന്നേരം എനിക്ക് ബിസിനസ്സിൽ ചില കാര്യങ്ങളിൽ ഈ പർച്ചേസിംഗ് ഒക്കെ ദുബായിൽ നിന്ന് പാടായതുകൊണ്ടും ഞാൻ ഷാർജയിൽ ഒരു ചെറിയൊരു കമ്പനി വാങ്ങി. അവിടെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ കോവിഡിന് ശേഷം എനിക്കൊന്ന് 2015 സമയത്ത് പുള്ളിക്കാരി അവിടെ ഇരിക്കും, വാട്സപ്പിൽ എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുമായിരുന്നു. അന്ന് വർക്ക് ഫ്രം ഹോം എന്ന് പറയാം. അങ്ങനെ അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയി. ആയപ്പോൾ അതിലോട്ട് എൻ്റെ സമയം പതുക്കെ ശ്രദ്ധ പോയി. അത് എൻ്റെ ബിസിനസ്സിൽ പതുക്കെ അഫക്റ്റ് ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ലായിരുന്നു. അന്നേരം നമ്മൾ ഏർലി സ്റ്റേജിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഫുൾ ഫോക്കസ്ഡ് ബിസിനസ് ആയി. അങ്ങനെ അത് പതുക്കെ അതിലോട്ട് എൻ്റെ ടൈം കൂടുതൽ പോകാറായപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ 2018 സമയം അവിടെ ഒരു ഇഷ്യൂ നടന്നത്, ഈ ഓയിലിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് ബാരലിൽ $35 ഒക്കെ ആയപ്പോഴത്തെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൺസ്ട്രെയിൻഡ് ആയി. പ്ലസ് ഞാൻ ആ സമയത്ത് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നുള്ള ഇതിൽ ഈ ഇൻറ്റീരിയറിൻ്റെ ഇതൊക്കെ തുടങ്ങണം. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അതിനെന്താ, എൻ്റെ ചേട്ടൻ്റെ ഫ്ലാറ്റ് ഇവിടെ കൊച്ചിയിലുണ്ട്, നീ അത് ഇൻറ്റീരിയർ ചെയ്തു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ വരുന്നു. ഞാൻ പുള്ളിയുടെ 5 പൈസ വാങ്ങുന്നില്ല, എൻ്റെ ട്രാവലും എല്ലാം ഞാൻ തന്നെ എടുക്കുന്നു. ഇവിടെ വരുന്നു, കുറച്ച് കോൺട്രാക്ടേഴ്സിനൊക്കെ ഓൺലൈനിൽ പരിചയപ്പെട്ടു, അവരെ സംസാരിച്ചു, അവർ വർക്ക് ഓക്കെ. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നീ പൈസ ഡയറക്റ്റ് അവർക്ക് കൊടുത്താൽ മതി, എൻ്റെ ത്രൂ ഇടണം. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. പുള്ളി ഇടയ്ക്ക് നാട്ടിൽ വന്ന് പണി കിടക്കുന്ന അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്ലൈവുഡൊക്കെ ഇങ്ങനെ ഇളകുന്നത്, അവർ പണി കിടന്നുകൊണ്ടിരിക്കും. എനിക്ക് ഫോട്ടോ അയച്ചു. ഞാൻ പറഞ്ഞത് സ്വാഭാവിക ചില സമയത്ത് പ്ലൈവുഡ് ചെറുത്. പിന്നെ അയച്ചു, ഇത് അങ്ങനല്ല, പ്ലൈവുഡിൻ്റെ ക്വാളിറ്റി കൊള്ളില്ല. അങ്ങനെ ചെക്ക് ചെയ്ത് പുള്ളിയോട് കോൺട്രാക്ടറോട് വരുമ്പോൾ ഇല്ല സാർ പറഞ്ഞ സംഭവം തന്നെയാണ്. ഈ പ്ലൈവുഡിൻ്റെ 2 സൈഡ് ഒരു മൈക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ അറിയില്ലല്ലോ ഏത് ബ്രാൻഡാണ്. അങ്ങനെ എനിക്ക് ഡൗട്ട് വന്നിട്ട് ഇവർ പറഞ്ഞ ബ്രാൻഡിൻ്റെ കമ്പനി ഞാൻ വിളിച്ചു. അതിവിടെ എനിക്കൊന്ന് നോർത്ത് കേരളയിൽ എവിടെയാണ്. അവരെ വിളിച്ചപ്പോൾ അവർ ഒരു സൈറ്റ് എവിടെ നിന്നു, നമ്മൾ ഇന്നടുത്താണ്. അപ്പോൾ അവർ പോയി സൈറ്റിൽ നോക്കിയിട്ട് പറഞ്ഞു, സാർ ഇത് ഞങ്ങളുടെ പ്ലൈവുഡ് അല്ലെന്ന് പറഞ്ഞു. ഈ പുള്ളി പറ്റിച്ചാണ്. അങ്ങനെ പുള്ളി പിന്നെ സോറിയൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും എൻ്റെ ഫ്രണ്ടും കൂടെ തമ്മിൽ എന്ത് സംസാരിച്ച് അവർ ഇത്ര വേറെ എന്ത് സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞ ഇതായി. അവിടെ എൻ്റെ പേര് പോയി. ഞാൻ ഒന്നുമേ ഞാനത് അറേഞ്ച് ചെയ്ത് കൊടുത്തു, ശരിയാണ്. പക്ഷേ അവിടെയും നമുക്ക് അടിയായി. പുള്ളി എന്നെ കുറിച്ച് ഒരു നെഗറ്റീവ് എന്തായാലും വരുമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സമയത്ത് എന്താ വെച്ചാൽ എനിക്ക് ഈ ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ ലോക്കൽ സ്പോൺസർ വേണമല്ലോ. സ്പോൺസറിൻ്റെ കമ്പനിയാണ്. നമുക്ക് സ്വന്തമായിട്ട് കമ്പനി കഴിക്കണമെങ്കിൽ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഭയങ്കര റൂൾസാണ്. പുള്ളിയുടെ സൈൻഡ് ചെക്കാണ് എൻ്റെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ പുള്ളി ആദ്യത്തെ ദിവസം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ 5 അല്ലെങ്കിൽ 6 സൈൻഡ് ബ്ലാങ്ക് ചെക്ക് ഞാൻ തരും, നീ എന്നെ എപ്പോഴും വിളിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കാര്യം നടക്കട്ടെ, ഇത് ബൗൺസ് ആവാൻ പാടില്ല. ബൗൺസ് കേസ് പുള്ളിയുടെ പേര് പോകും. അങ്ങനെ പുള്ളി തന്ന ചെക്ക് വെച്ച് ഞാനിങ്ങനെ യൂസ് ചെയ്യും. എല്ലാ മാസം കൂടുമ്പോൾ ഈ ചെക്ക് തീരുമ്പോൾ പുള്ളിയുടെ അടുത്ത് പോകും, പിന്നെ സൈൻ മേടിക്കും. പുള്ളിയുടെ ഒരു വണ്ടിയുടെ EMI ഞാനത് നടക്കുന്നത്, അതാണ് പുള്ളിക്ക് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്ത് ഇങ്ങനെ ഒരു 3 വർഷം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ഓയിൽ പ്രൈസിന് ഇത് വന്നപ്പം എൻ്റെ ക്ലയൻറ്റ് എനിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്, അവർ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്ന് ഈ ഒരു പ്രൊജക്റ്റ് നോക്കാൻ വേണ്ടി എൻ്റെ ഒരു 5000 ഇവിടുത്തെ 10 ലക്ഷം രൂപ പുറത്തുണ്ട്. അതിൻ്റെ ഒരു ചെക്ക് ഞാൻ ഇട്ടിട്ടായിരുന്നു വന്നത്. ഇവരുടെ പേയ്മെൻറ്റ് അതിനൊരു 4-5 ദിവസം മുമ്പേ വരേണ്ടതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് നാട്ടിരിക്കുമ്പോൾ സ്പോൺസറിൻ്റെ ഫോൺ വരുന്നു, ചെക്ക് ബൗൺസായി, എൻ്റെ ബാങ്ക് വിളിച്ചു. ചെക്ക് ബൗൺസ് ഒരു വഴിയില്ല. അങ്ങനെ ഞാൻ എനിക്ക് ബാങ്കിനെ വിളിക്കാൻ പറ്റില്ലാണ്, ഞാൻ ഓതറൈസ് അല്ല, സ്പോൺസറാണ്, പുള്ളിയും ഔട്ട് ഓഫ് കൺട്രിയാണ്. ഞാൻ തിരിച്ചു വന്ന് ഞാനത് ചെക്ക് ചെയ്തപ്പം മറ്റേ ഫണ്ട് വന്നിട്ടില്ല, ചെക്ക് മടങ്ങി. പ്രശ്നം സ്പോൺസർ അന്നോട്ട് പറഞ്ഞു ഇനി ഞാൻ അത് ചെയ്തില്ല. പിന്നെ എൻ്റെ പേര് എഴുതിയ ചെക്കിൽ മാത്രം പുള്ളി സൈൻ ചെയ്തു, എനിക്ക് എൻ്റെ പൈസ എടുക്കാം. ഓരോന്നിങ്ങനെ പതുക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞു, അത് കുറഞ്ഞു. പ്ലസ് ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ ഈ പറഞ്ഞ ഫ്രണ്ടിൻ്റെ ത്രൂ ഫണ്ട് എടുത്തു, പുള്ളിയുടെ ഫ്രണ്ട്സ് ത്രൂ, അതെല്ലാം കൂടി ഇട്ട് ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് സെറ്റ് ചെയ്തു. ആ സമയത്താണ് ഞങ്ങൾ കുറേ നാളായിട്ട് ഈ വീടിൻ്റെ ബാക്ക് യാർഡ് ഗാർഡൻ, ഈ വെജിറ്റബിൾസിൻ്റെ ഇത് ചെയ്യും, 3-4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അത് കണ്ട് ഈ സ്റ്റാർ ഹോട്ടൽസിലെ എൻ്റെ കസ്റ്റമേഴ്സ് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ഉണ്ട്, അതിൻ്റെ ഒരു ബിസിനസ് പ്രൊഡക്റ്റ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ അറിയുന്നതും ആ സമയത്താണ് ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സിൻ്റെ ബിസിനസ് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. എന്ത് പറഞ്ഞു? ആദ്യം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം എല്ലാവരുടെയും ആഗ്രഹം പോലെ പുതിയ വീട് വെക്കണം, സ്ഥലം വാങ്ങണം, അതൊക്കെയാണല്ലോ പൊതുവിലുള്ള ആഗ്രഹം. പിന്നെ ആലോചിച്ചപ്പം ഓക്കെ, നാട്ടിൽ നമുക്ക് എന്തായാലും നമുക്കൊരു സമയം നാട്ടിൽ പോകണം. അപ്പോൾ നാട്ടിൽ പോയി പിന്നെ ഒരു പുതിയ ജോലി കണ്ടുപിടിക്കുന്നതിലും അങ്ങനെ ഒരു ബിസിനസ് നമ്മൾ നാട്ടിലെത്തുമ്പോഴേക്കും ഇതും ഒരു സെറ്റാവും. അപ്പം നമുക്ക് നാട്ടിൽ പോയി അത് നോക്കി നടത്താം. കുട്ടികൾ വലുതാവും. അപ്പം കുട്ടികൾ ഒരു ഹൈസ്കൂളൊക്കെ ആകുമ്പോഴെന്തായാലും നാട്ടിൽ പോയി സെറ്റാവണം. കാരണം
നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ്. ഒരു 12ാം ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് നാട്ടിലോട്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്ന് സെറ്റായി വരാനായിട്ട്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ ഒരു 8ാം ക്ലാസ് ആകുമ്പോഴേക്കും നാട്ടിൽ വരണം. അപ്പോഴത്തേക്ക് ഈ ബിസിനസ്സും ആവും. അങ്ങനെയാണെങ്കിൽ ഓക്കെ ശരി എന്ന് പറഞ്ഞ് 2 മനസ്സായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങളങ്ങനെ പൈസ കൊടുത്തു, ഒരു 40 ലക്ഷം രൂപ. അത് പുള്ളിക്കാരുടെ ഗോൾഡും വെച്ചു, അല്ലാതെ ഞങ്ങൾ സേവിങ്സ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു മാസത്തിനുള്ളിൽ ഫുൾ പേയ്മെന്റ് ഞങ്ങൾ ഇവർക്ക് ബാങ്ക് പോയില്ലേ? ഒന്നും പറയണ്ട, ഒരു 6 മാസം പോയി. 6 മാസത്തിനുള്ളിൽ 40 ലക്ഷം രൂപ പോയി. പാർട്ട്നേഴ്സിന്റെ വിഷൻ മാച്ച് ആയില്ല എൻ്റെ വിഷനുമായിട്ട്. അന്നേരം ഞാൻ സ്വയം പറഞ്ഞു എനിക്ക് ശരിയാവില്ല. കാരണം അവർ തമ്മിൽ തന്നെ, ഞങ്ങൾ 3 പേരായിരുന്നു, അവർ തമ്മിൽ തന്നെ ഒരുപാട് ഭിന്നത ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യത്തിൽ അവിടെ തർക്കവും കാര്യങ്ങളും. അന്നേരം ഞാൻ അതിൽ നിന്ന് മാറാമെന്ന് വെച്ചു. അവർ കാശ് തിരിച്ചു തന്നോ? തരാമെന്ന് പറഞ്ഞു. അന്ന് വേറെ ഇൻവെസ്റ്ററിനെ കൊണ്ടുവന്നിട്ട് ഫണ്ട് അങ്ങനെ അതിന് ഒരു 6 മാസം കൂടെ അവർ ഇങ്ങനെ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഒന്ന് എൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ പ്രശ്നം വന്നു തുടങ്ങി. ഇവർ പൈസ തരാമെന്ന് പറഞ്ഞത് അത് ഇങ്ങനെ സ്ട്രക്കാൻ നിൽക്കുന്നു. മൂന്നാമത് 2019 സ്റ്റാർട്ടിങ് ആയിരുന്നു, അച്ഛന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. അത് ഭയങ്കര ഒരു അടിയായിപ്പോയി. മീൻസ് അടിയെന്ന് വെച്ചാൽ നമ്മൾ മാനസികമായിട്ട് ഒരു ഇതിൽ നിൽക്കുക. ഇതൊന്നും പോരാഞ്ഞ് ഈ ഒരു സെഷൻ 2019 ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ജോലി പോകുന്നതിനും ഒരു 6 മാസം മുന്നേ തന്നെ കമ്പനി പ്രശ്നത്തിലായിരുന്നു. 6 മാസത്തെ സാലറി ഇല്ലായിരുന്നു. 7 കൊല്ലം അവിടെ ജോലി ചെയ്തു. അതിൻ്റെ എൻഡ് ഓഫ് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടില്ല. ഇപ്പോഴും 10-12 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു ഇത് നടക്കുന്നത്. അവർ കമ്പനിയുടെ പേരിൽ കേസായി. കാരണം ഇത്രയും സ്റ്റാഫുകൾക്ക് സാലറി 6 മാസത്തോളം ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്തു. അപ്പം ആ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ വീട്ടിൽ നല്ല ടൈറ്റായി. ലിക്വിഡ് ക്യാഷ് കയ്യിൽ എടുക്കാനില്ലാത്തൊരു അവസ്ഥയിലെത്തി. അന്നേരമാണ് അച്ഛൻ്റെ ഇത് ഡിറ്റക്ട് ചെയ്തത്, ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. അന്നേരം ഒരു ഗുണം എന്ന് വെച്ചാൽ അന്ന് സിസ്റ്ററും ബ്രദറിലും എനിക്ക് ഇമ്മീഡിയറ്റ്ലി അവർക്ക് എൻ്റെ കുറച്ച് അറിയാം, ഞാൻ ഫൈനാൻഷ്യൽ ടൈറ്റാണ്. അവർ അന്നേരം പറഞ്ഞു, നീ പേടിക്കണ്ട, അച്ഛൻ്റെ എന്ത് കാര്യമുണ്ടോ ഫൈനാൻഷ്യൽ ഞങ്ങൾ നോക്കണം, നീ അത് പറയേണ്ട, നീ നിന്റെ കാര്യങ്ങൾ നോക്കാം. അത് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു സിസ്റ്ററും ബ്രദറിലും അത് പറഞ്ഞത്. അവർ സെറ്റിൽഡ് ആയിരുന്നല്ലോ അല്ലേ? അവർ അത്യാവശ്യം സിസ്റ്റർ എന്നാലും ചെറിയ ചെലവ് കാശൊക്കെ വേണ്ട, അതൊക്കെ എന്ത് ചെയ്തു? അല്ല, അന്നേരം പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ 1-2 ബിസിനസ് ഫ്രണ്ട്സ് പറയുക, കാരണം അച്ഛന് 2 സർജറിയുടെ ആവശ്യമുള്ളൂ, ഒരു 6 മാസം കൂടുമ്പോൾ. അന്നേരം ഒരു സർജറിക്ക് തന്നെ എങ്ങനെ 10-20 ദിവസം വന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ ബിസിനസ് ചെയ്യുന്ന പല ഫ്രണ്ട്സ് പറയും, ലോജിക്കലിയാണ് അവർ പറയുന്നത്, നീ ഒരു മെയിൽ നേഴ്സിനെ വെച്ചാൽ മതിയല്ലോ, നിന്റെ ടിക്കറ്റിൻ്റെ പൈസ മതി, അവരുടെ ചിലവ് ഇതായ നീ ഓൾറെഡി പ്രശ്നത്തിലാണ്. അന്നേരം അതിൻ്റെ കൂടെ നീ ഇവിടുന്ന് മാറി നിന്ന് അതും പ്രശ്നം. പക്ഷെ അച്ഛനല്ല, നമുക്ക് ഇത്ര ഒരു അച്ഛൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൂടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പോയി. അന്നേരം ടിക്കറ്റിനും കടം വാങ്ങിയൊക്കെയാണ് പോകുന്നത്. പോയി നിന്നു. അവിടെ ചെന്ന് നിൽക്കുമ്പം അവിടെയും ചിലവുണ്ടല്ലോ. നമ്മൾ സിസ്റ്ററിനോടെങ്കിൽ എപ്പോഴും പറയാൻ പറ്റില്ല. അങ്ങനെ ഹോസ്പിറ്റലിനുള്ളിലും ചിലവുണ്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ സഹായിക്കുമായിരുന്നു അത് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം ഇവിടെ പ്രശ്നങ്ങളാണ്. ഫോൺ വിളിച്ചിട്ട് എന്നെ കിട്ടുന്നില്ല, ചെക്സ് ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് സർജറി എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ചിലപ്പോൾ പുള്ളിയോട് പറയും, എന്നെ എയർപോർട്ടിൽ പിടിക്കുമെന്ന് അറിയില്ല, ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം, ഇൻ കേസ് വിളിച്ചില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരോട് പറയണമെന്ന്. ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കാരോട് പറയും ഇറങ്ങി കുഴപ്പമില്ല. എന്നിട്ട് പിറ്റേ ദിവസം ആദ്യത്തെ സർജറി കൊണ്ട് വരുമ്പോൾ ഒരു ലേഡി പോലീസിൻ്റെ ഫോൺ വരുന്നു, നിങ്ങൾ ചെക്ക് ബൗൺസിൻ്റെ ഇത് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, സ്റ്റേഷനിൽ വരണം. നോർമൽ സ്റ്റേഷനിൽ അവർ അകത്താക്കും, അങ്ങനെ ഉള്ളൂ. ഞാൻ പിറ്റേ ദിവസം ചെല്ലുന്നു, ജയിലിൽ പോകാൻ തയ്യാറായിട്ടാണ് ചെല്ലുന്നത്. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ചെല്ലുന്നു. ഞാൻ ചെന്ന് അവരുടെ ക്യാബിനിലോട്ട് കയറുമ്പോൾ അവർ എന്നെ എന്താണെന്നറിയില്ല, അവർക്ക് എന്നോടൊരു പാവം മട്ട് തോന്നി. അവർ പറഞ്ഞു, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇന്നപോലെ ഫണ്ട്സ് വന്നിട്ടില്ല, ഇതുണ്ട്, പിന്നെ അച്ഛൻ്റെ ഇതിന് വേണ്ടി ഞാൻ ട്രീറ്റ്മെൻറ്റ് പോയിരുന്നേ, അതായിരിക്കും അവർ വിളിച്ചിട്ട് കിട്ടാൻ. അങ്ങനെ അവരെനിക്ക് പറഞ്ഞു, കുഴപ്പമില്ല, ഒരു ആഴ്ച സമയം തരാം ഇത് ക്ലിയർ ചെയ്യാൻ. അത് ഞാൻ ക്ലിയർ ചെയ്ത് മാത്രമല്ല, ഈ എല്ലായിടത്തും ഇന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ആ എവിടെയൊക്കെ ചെക്കിനുള്ള ആരും ഞാനുമായിട്ടുള്ള കോണ്ടാക്ട് പോയിന്റ് ഒരാളും എന്നോടൊരു ശത്രുതയില്ല. അവർ പറയുന്നത് കമ്പനിയുടെ സിസ്റ്റമാണ്, ഇത്ര ചെക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ഇട്ടേ പറ്റും. പേഴ്സണലി എനിക്ക് എല്ലാവരോടും നല്ല റിലേഷനാണ്. ഈ ചെക്ക് ബൗൺസ് ആയിട്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഒമാനി ഞാൻ പിന്നെ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് 100 വട്ടം സോറി പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ചെയ്തത് കമ്പനി സിസ്റ്റമാണ്, എനിക്ക് നിന്നെ അറിയാം, പക്ഷേ ഞാൻ ഹെൽപ്ലെസ് ആയിരുന്ന സമയത്ത് നിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, നീ നാട്ടിലാണ്. അന്നേരം അത് ക്ലിയറായി. ഞാൻ പുറത്ത് വന്നു. പുറത്ത് മീൻസ് പ്രശ്നമൊന്നും ഉണ്ടായില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പൈസ വാങ്ങി ഞാൻ ആ ചെക്കിൻ്റെ അത് ക്ലിയർ. ടോട്ടലി കമ്പനി കൊളാപ്സ് ആയി, ടോട്ടലി കടവായി. അന്നേരം പിന്നെ അങ്ങനെ എന്തെങ്കിലും അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഹോട്ടൽ ബിസിനസ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ സുൽത്താൻ മരിച്ചു. അപ്പൊ ആ ഏട്ടൻ അത്യാവശ്യം നല്ല സോഷ്യലി നല്ല ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയാം.
പെട്ടെന്നാണ് ഈ സുൽത്താൻ്റെ മരണ സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ 3 മാസം മോർണിംഗ് പീരീഡ് ആണ്. അപ്പം ഹോട്ടൽസിൽ ഫങ്ഷൻസ്, ബാർ, ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നടക്കില്ല. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഹോട്ടലിന് ബിസിനസ് ഇല്ല. അപ്പം നമ്മുടെ ബിസിനസ് പൊതുവെ, അപ്പം നമ്മൾക്ക് ഹോട്ടൽസ് തരാനുള്ള ക്യാഷുകൾ ഒന്നും കിട്ടത്തില്ല. അവർക്ക് ബിസിനസ് ഇല്ലാത്ത അവർ പൈസ തരില്ലല്ലോ. നമ്മൾ പല പ്രൊഡക്റ്റിനും പർച്ചേസിംഗിനും അഡ്വാൻസും കൊടുത്തിട്ടേക്കുമല്ലോ. അത് അങ്ങനെ കംപ്ലീറ്റ്ലി സ്റ്റക്കായി. ജോലി പോയി, 2 സംരംഭം പരാജയപ്പെട്ടു. അപ്പോൾ ദുബായിലാണ്, അപ്പം മസ്കറ്റ് തന്നെയാണ്. കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടു. പിന്നെ എന്ത് ചെയ്തു? ആ സമയത്ത് ഞങ്ങൾ ഒരു ട്രയൽ നടത്തി. പുള്ളിക്കാരിക്ക് ഒരു ക്ലൗഡ് കിച്ചന്റെ അന്ന് ക്ലൗഡ് കിച്ചൺ അങ്ങനെ ഇതൊന്നും അറിയില്ലായിരുന്നു. എന്ത് ചെയ്യും ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഇതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ കൂടുതലും ഈ ബാച്ചിലേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹോംലി ഫുഡ് കിട്ടാൻ ഇഷ്ടമുണ്ട്. അങ്ങനെ അന്ന് ഇപ്പോഴാണ് പൊതിച്ചോറ് ബിരിയാണിയൊക്കെ ആൾക്കാർ ഇങ്ങനെ വഴിയിലൊക്കെ വെച്ച് വിൽക്കുന്ന ഒരു സിസ്റ്റം തുടങ്ങുന്നത്. കോവിഡിന് ശേഷമാണ് അതൊക്കെ വന്നത്. അപ്പോൾ അന്നിങ്ങനെ ഒരു ക്ലൗഡ് കിച്ചണെന്നോ പൊതിച്ചോറെന്നോ ഒന്നല്ല. എന്നാലും അങ്ങനെ ഒരു ആശയം ഒരു ഫ്രണ്ടാണ് ആദ്യം ഇത് തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാൻ ഓർത്തൊക്കെ എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു പൊതിച്ചോറ് എൻ്റെ ഒരു സംരംഭം തുടങ്ങി. അത് അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് ഒരു ഓഫീസിൽ കൊണ്ടുവന്ന് ഒരാൾ കഴിക്കുമ്പം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു ഓഫീസിൽ നിന്ന് തന്നെ 4-5 അങ്ങനെ ഒരു 25, 26, 30 ഓർഡറൊക്കെ ഒരു ദിവസം തന്നെ കിട്ടാൻ തുടങ്ങി. അപ്പം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വീട്ടിലേക്കൊരു ചിലവിൻ്റെ ആവശ്യമില്ല. അതങ്ങനെ റൺ ചെയ്യരുത്. ഈ ഉണ്ടാക്കുന്ന ഫുഡ് മതി നമുക്ക് വീട്ടിലേക്ക്. അപ്പം വീട്ടിൽ ചിലവ് എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടാവാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സമയത്ത് തന്നെ അച്ഛൻ്റെ 2ാമത്തെ സർജറി ഞാൻ നാട്ടിൽ വന്നിരിക്കുമ്പോഴേ പുള്ളി കഴിച്ചാൽ ഒരു ഡെലിവറി ബോയ് അറേഞ്ച് ചെയ്തു. അവര് മാനേജ് ചെയ്തു. ഞാനില്ല ഇൻവോൾവ് പാക്ക് ചെയ്ത് കൊടുക്കും, അവര് കൊണ്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു. അന്നേരം ഞാൻ അച്ഛൻ്റെ സർജറി കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ഇവിടെ കോവിഡിന്റെ ആ ഒരു ലക്ഷണം സ്റ്റാർട്ട് ചെയ്തു. അന്നേരം എത്രയും പെട്ടെന്ന് എനിക്കങ്ങ് തിരിച്ചെത്തണം. അന്നേരം ഞാൻ അതിൻ്റെ എനിക്കൊരു 2-3 മാസം മുൻപേ ഞങ്ങൾ വർഷ ഈ റിക്കോ ഫ്രണ്ട്ലി കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. മറ്റേ പൈസ പോയല്ലോ. എന്നാലും ഞങ്ങൾ അത് വിട്ടില്ല. നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റിന് വേണ്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പേപ്പർ വർക്ക് എന്താന്ന് വെച്ചാൽ നമുക്കപ്പം നമ്മളെ ഈ ഗാർഡൻ ഈ കൃഷി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് കണ്ടപ്പോൾ ഹോട്ടൽസിൽ ചെറുതായിട്ട് ഈ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് അവർക്ക് അവിടെ എൻക്വയറീസ് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സിനെ പറ്റിയൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അവർക്ക് ഹോട്ടലിൽ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വന്നു തുടങ്ങി. മാക്സിമം പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ചോദിക്കണം. അപ്പോൾ അവർ എൻക്വയറി ഞങ്ങൾക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഐഡിയ നാട്ടിലൊരു കമ്പനി ഫോം ചെയ്തിട്ട് സാധനങ്ങൾ ഇവിടെ നിന്ന് സോഴ്സ് ചെയ്ത് അവിടെ സമയം. അപ്പം നമ്മൾ ആലോചിക്കുമ്പം നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയത് ഖത്തർ വേൾഡ് കപ്പ് വരുവാണ്. ഫിഫ വേൾഡ് കപ്പ് വരുന്നുണ്ട് ഖത്തറിൽ. അപ്പോൾ ആ ഒരു ഇതും വെച്ചിട്ട് നമുക്ക് അത് നല്ലൊരു ചാൻസ്. അപ്പോൾ അവിടെയും ഒത്തിരി ഹോട്ടൽസിലും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിഫ വേൾഡ് കപ്പ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് സാധനം അങ്ങോട്ട് സോഴ്സ് ചെയ്യാമെന്നുള്ള ഐഡിയയിലാണ് വർഷയെ ചെറുതായിട്ട് നമ്മൾ പ്ലാനിങ് തുടങ്ങിയത്. അല്ലേ, ഈ വർഷയിലേക്ക് പോകുന്നതിന് മുമ്പ് വർഷ എവിടെ നിൽക്കട്ടെ, നമ്മൾ ഈ ഫുഡ് ബിസിനസ് ചെയ്ത് ക്ലിക്കായോ? ഫുഡ് ബിസിനസ് കുഴപ്പമില്ലാതെ, കാരണം നമ്മുടെ ഡെയിലി റൂട്ടീൻ അതിപ്പം നമുക്ക് വൺ ഡോയിൽ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ സെപ്പറേറ്റ് കിച്ചണൊക്കെ എടുത്ത് വലിയ. അപ്പോൾ അത് പിന്നെ ട്രേഡ് ലൈസൻസ് എടുക്കണം, അത് എടുക്കണം, പിന്നെ അവിടുത്തെ ക്രൈറ്റീരിയാസ് എല്ലാം നമ്മൾ ഒമാനി സ്റ്റാഫിന് വെക്കണം. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് ആദ്യം ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ അത്രയും വേണം. നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിൽ ചിലവ് പോകുന്ന കണക്ക് പോവും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ജസ്റ്റ് ഒരു ടൈം പാസ്, കൂടെ നമുക്കൊരു റവന്യൂ വേണം. ആ ഒരു ഇതിൽ ചെയ്തതേ ഉള്ളൂ. അതൊരു അപ്പോഴത്തേക്കും കോവിഡ് വന്നു. അതിന് തൊട്ട് മുമ്പ് വെച്ചാൽ ഈ ഓസ്ട്രേലിയൻ ഒരു പുള്ളിയുണ്ട്. പുള്ളി ഹോട്ടലിൽ ഒരു മാനേജറായിരുന്നു. പുള്ളിക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു ഈക്കോടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി 7-8 പ്രോപ്പർട്ടീസിന്റെ ഇക്കോ ചാമ്പാണ്. പുള്ളിയാണ് എനിക്ക് ഐഡിയ പറയുന്നത്, നീ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവാ, ഞാൻ എൻ്റെ എല്ലാ പ്രോപ്പർട്ടിയിലും എടുക്കാം. പുള്ളിയുടെ ഞാൻ ഈ ബിസിനസ് എന്നൊരു ബ്രാൻഡ് വേണമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ വർഷ എന്നൊരു ബ്രാൻഡിലോട്ട് വരുന്നത്. അത്രയും ആയി, എല്ലാം ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്തു, എല്ലാം റെഡി ആയിട്ട് വരുമ്പോഴാണ് കോവിഡ് ഹിറ്റ് ചെയ്തത്. ഈ കോവിഡ് ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് മറ്റേ സുൽത്താൻ മരിച്ചു 3 മാസത്തെ മോർണിംഗ്. അതായത് ഞങ്ങൾ ടോട്ടലി പോയി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവങ്ങളെല്ലാം പോയി. ഇനി എങ്ങും കയറി പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. ഈ വർഷമില്ല, ട്രേഡിങ്ങും ഇല്ല, ഒന്നുമില്ല. പപ്പാടെ സർജറി കഴിഞ്ഞ് ഏട്ടൻ എത്തുന്നു. പിറ്റേന്ന് പ്രധാനമന്ത്രി ഇവിടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കും. ഒരു ദിവസം താമസിച്ചിരുന്നെങ്കിൽ ആള് നാട്ടിൽ ലോക്കായാലും ഞാനും പിള്ളേരും അവിടെ ലോക്കായാലും. ലോക്ക്ഡൌൺ അവിടെ ലോക്ക്ഡൌൺ ആയിട്ടില്ല, പക്ഷെ ആരും പുറത്തോട്ട് ഇറങ്ങാറില്ല. ഞാനും അവിടെ എത്തിയപ്പോഴേക്കും 2 ആഴ്ചത്തേക്ക് പുറത്ത് പോയത് അവിടുത്തെ റൂൾ, അവിടെ ഒരു നോർമൽ റൂൾ. ഞാൻ അവിടെ ഇരിക്കുമ്പം ഈ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു വർഷയുടെ പ്രൊഡക്റ്റിന്റെ. ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ ഒരു ദിവസം ഫേസ്ബുക്കിലും കിട്ടി. ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ പോവാമെങ്കിൽ കാണാം. ഫസ്റ്റ് പോസ്റ്റ് ഓൾമോസ്റ്റ് മാർച്ചിലെങ്ങാണ്ടാണ് 2020 ഇട്ടു. ഒരു 2
ദിവസം ഞാൻ ഇട്ടു. എനിക്ക് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്, ഫസ്റ്റ് ഡേ തന്നെയാണ്, ഓർക്കുന്നില്ല. ഒരു 85 to 90 കോൾസ് എനിക്ക് യൂറോപ്പ് സൈഡിൽ നിന്നും US നിന്നും ഇന്ത്യയിൽ നിന്നും എല്ലായിടത്തു നിന്നും വരാൻ തുടങ്ങി. കാരണം ആൾക്കാർ സ്കൂളിൽ ഇത് പുതിയ പ്രൊഡക്റ്റ്, ഇക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്നെ വല്ലാതെ ഇത് ചെയ്തു. കാരണം ഇത്രയും നാളായിട്ട് ഒന്ന് നമ്മൾ പൈസ ഒരു കൺസെപ്റ്റിൽ പോയി, ഈ കൺസെപ്റ്റ് വർക്ക് ആവില്ലെന്ന് എല്ലാ ഫ്രണ്ട്സും എന്നോട് പറഞ്ഞു, ഇത് നടക്കില്ല. ആ സമയത്ത് ഇത്രയും എൻക്വയറീസ് ഇങ്ങോട്ട് വരുന്നു ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ത്രില്ലായിട്ട് പുള്ളിക്കാരിയോട് മറ്റേ റൂമിലിരിക്കുന്നു, ഞാൻ പുള്ളിക്കാരി എന്ന് പറഞ്ഞ് ഇത്രയും കോൾസൊക്കെ വരുന്നത് ഇതൊക്കെ ആയിരുന്നു. എന്നോട് കോൾസൊക്കെ ശരി നല്ലതാണ്, പക്ഷെ വീട്ടിൽ നാളെ മൊക്കൊക്കെ പാല് കൊടുക്കാൻ പാല് അല്ല, ഗ്രോസറി സാധനം തീർന്നു, ഇത് വാങ്ങാനുള്ള കാശുമില്ല, ലിക്വിഡ് ക്യാഷ്. അന്നേരം എന്ത് ചെയ്യുക, ഇപ്പം നാട്ടിൽ നിന്ന് വരുത്തി എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാലും നടക്കില്ല, നാട്ടിലെല്ലാം ലോക്ക്ഡൗൺ ഇതുമാണ്. അങ്ങനെ ഞാൻ ഒരു കാര്യം അന്ന് ഞങ്ങൾ തീരുമാനിച്ചു, മീൻസ് ഞാൻ തന്നെ പറഞ്ഞത്, എന്തൊക്കെ വന്നാലും ഗ്രോസറിക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പൈസ ചോദിക്കില്ല. ബാക്കി ഓൾറെഡി അവർ എന്നെയൊക്കെ പല കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് ശരി. ഗ്രോസറിക്ക് ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ മേടിക്കില്ല. എനിക്കെന്ത് എൻ്റെ ക്ലയൻസിൻ്റെ കയ്യിലും പൈസ കിടപ്പുണ്ട്, എനിക്ക് പേയ്മെൻറ്റ് ലിസ്റ്റ് ഇതെല്ലാം സൈറ്റും എല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയും പൈസ എടുക്കാൻ പറ്റില്ല. അന്നേരം പറയുന്നത് എൻ്റർപ്രനേഴ്സ് മേ ബി മൈൻഡ് സെറ്റ് ആയിരിക്കും. ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, നമുക്ക് ആ പൊതിച്ചോറ് റീസ്റ്റാർട്ട് ചെയ്യും. അവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരി കുക്ക് ചെയ്തോളും, ഡെലിവറി ആര് ചെയ്യും? എന്നെ അത്യാവശ്യം സോഷ്യലി എല്ലാവരും അറിയാം അവിടെ. പിന്നെ നമ്മളെ വണ്ടി തന്നെ ഇവിടുത്തെ ഒരു 10-35 ലക്ഷം രൂപ വിലയുള്ള ഒരു വണ്ടി, അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റ് കമ്മ്യൂണിറ്റി ഞങ്ങൾ താമസിക്കുന്നു. അവിടെ ഈ ഒരു സംഭവം ചെയ്ത് ഞാനൊരു ഡെലിവറി ബോയ് ആയിട്ട് പോകും. അന്നേരം ഞങ്ങൾ ഐഡിയ വെച്ചാൽ മാസ്ക് എന്തായാലും കമ്പൽസറി ആണല്ലോ, പിന്നെ തൊപ്പിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കണ്ണാടിയുണ്ട്, ആരും നമ്മൾ തിരിച്ചറിയില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ക്ലയൻറ്റിനോട് പറഞ്ഞു, മീൻസ് ഈ ഓർഡർ ചെയ്യുന്നത് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ താഴെ തരും, നിങ്ങൾ റൂമിൽ കൊണ്ടുവരില്ല. അവർ ഓക്കെ പറഞ്ഞു, നമ്മൾ അങ്ങനെ കൊടുത്തു. അന്നേരം ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് ഓർഡർ വരുന്നത്, ഞങ്ങളൊരു ഫ്രണ്ട് ഫാമിലിയും കൂടെ ഒരു ഫ്ലാറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അവർ ഷിഫ്റ്റ് ആവുകയാണ്. ആ ഷിഫ്റ്റ് ആകുമ്പോൾ അവർ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഊണെല്ലാം കൂടെ ഒന്ന് കൊണ്ടുതരണം. അങ്ങനെ ഞങ്ങൾ ഊണ് ഉള്ള ഗ്രോസറി ഐറ്റംസ് വെച്ച് ഊണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി. അതിൽ നിന്ന് കിട്ടുന്ന പൈസ മേടിച്ച് വേണമെങ്കിൽ അടുത്ത സാധനം വാങ്ങി, എന്നാലേ സാധനമുള്ളൂ. അതാണ് ഏറ്റവും വലിയ തമാശ. ഞങ്ങള് ഇതെല്ലാം മേടിച്ച് കൊണ്ടുപോയി അവരുടെ ഫ്ലാറ്റിൽ കൊടുത്തിട്ട് അറിയുന്ന കാശ് മേടിച്ച് ഗ്രോസറി കെമിൽ പോയി സാധനം വാങ്ങണം, അതായിരുന്നു പ്ലാൻ. അവിടെ ചെല്ലുമ്പം ഹസ്ബൻഡാണ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അയ്യോ 50 റിയാല ചേഞ്ച് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, എങ്കിൽ ഞാൻ പിന്നെ തന്നാ പോരെ എന്ന് ചോദിച്ചു. നമ്മളെന്ത് പറയാനാ, 5 റിയാലിന് നമ്മളിപ്പം, അയ്യോ 5 റിയാലിന് വേണ്ടി ഇപ്പം നമ്മുടെ അവസ്ഥ അവർക്കറിയില്ല, നമുക്കല്ലേ അറിയുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരുമ്പം എന്നോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വിളിച്ച് ഒന്ന് പുള്ളിക്കാരിയോട് ചോദിച്ചു നോക്കുക, ഫ്രണ്ടിനോട് ചോദിച്ചു നോക്കുക, അവർക്ക് രാത്രിയത്തേക്ക് ഭക്ഷണം വേണ്ടി വരുമോ എന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇപ്പം ഷിഫ്റ്റിംഗ് അല്ലേ, രാത്രിയത്തേക്ക് ഭക്ഷണം എങ്ങനെയാണ്? അയ്യോ അത് പറയാൻ മറന്നു, ഞങ്ങൾക്ക് രാത്രിയത്തേക്കും വേണം, നാളെ രാവിലത്തേക്കും വേണം, രാത്രിയത്തെ ഭക്ഷണം ഞങ്ങൾ അവിടെ വന്നെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ കുറച്ച് ആട്ടപ്പൊടിയും അതൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചപ്പാത്തിയും കുറച്ച് കറിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അവർ രാത്രി വന്നപ്പം ഈ 3 നേരത്തേക്കുള്ള ക്യാഷും തന്നിട്ടാണ് പോയത്. അങ്ങനെ സോൾവ് ആയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് പിന്നെ അത് കൊണ്ടുപോയി ഗ്രോസറി മേടിച്ചു. അത് അങ്ങനെ ഒരു സംഭവം. അതാണ് പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പൈസ കിട്ടി, അപ്പം ഇനി തുടങ്ങാൻ. അങ്ങനെ ഇരിക്കുമ്പം കോവിഡ് അല്ലേ, കടകളിൽ സെയിൽസ് ഇല്ല, എങ്ങുമില്ല. അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സാദിയ ചിക്കനിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ട്, അവിടുത്തെ സാദിയ ചിക്കൻ. അപ്പം ചിക്കനൊക്കെ അവിടെയൊക്കെ എക്സ്പയറി ഡേറ്റ് ഭയങ്കര മുഖ്യമാണല്ലോ. ഇത്ര ദിവസം മിനിമം എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനമൊന്നും കടകളിൽ വെക്കാൻ പറ്റില്ല. അവർ പറയാം, ഒത്തിരി ചിക്കൻ ഇരിക്കുന്ന, അവരിങ്ങനെ അറിയാവുന്നവർക്കൊക്കെ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ചിക്കൻ വേണോ, കുറച്ച് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ അതിനെന്താ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം കാരണം ഞങ്ങൾ ഫ്രിഡ്ജിൽ കൊള്ളുന്നതിന് മാക്സിമം ചിക്കൻ ഐറ്റംസും ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി കറിയാക്കി ഫ്രിഡ്ജിൽ കയറ്റി. അത്രയ്ക്കധികം ഉണ്ടായിരുന്നു ചിക്കൻ. അപ്പം ഓരോ ദിവസം അപ്പം ഞങ്ങളെ അത്യാവശ്യം കുക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ വീക്കെൻഡ് ഓർഡറുകളൊക്കെ വരാൻ തുടങ്ങി. ചിക്കൻ 65, KFC, നമ്മുടെ പൊറോട്ട, കിഴി പൊറോട്ട. അപ്പം ഫ്ലാറ്റിൽ തന്നെ അത്യാവശ്യം ഓർഡറുകൾ വന്നു തുടങ്ങി, ഫ്ലാറ്റിനുള്ളിൽ നിന്ന് തന്നെ. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് അത് രസമായി. കാരണം നല്ല നല്ല ഫുഡുകൾ, പുതിയ വെറൈറ്റി ഫുഡ്, അത് ക്ലച്ചായി. അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അനൂസ് രസോ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടോ അതില്. അത് കുഴപ്പമില്ല. കാരണം ഇതെന്ന് പറഞ്ഞൊരു ഏപ്രിൽ സമയത്താണ്. നമ്മള് മെയ് വരെ അവിടെ ഉണ്ടായിരുന്നു. മെയ് 31-ാം തീയതി ഞങ്ങള് അതൊരു അതുവരെ എന്തായാലും ആരുടെയും അതിനു വേണ്ടി കാശ് മേടിക്കേണ്ടി വന്നില്ല, വീട്ടു ചെലവിന് വേണ്ടി. ഇതുകൊണ്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. തിരിച്ച് സാധാരണ ക്വാറന്റൈൻ പ്രൊസീജിയറുകൾ പോലെ നാട്ടിലേക്ക് വരുന്നു.
അതെന്ന് പറയുന്നത് ഭയങ്കര അന്ന് എന്ന് വെച്ചാൽ വളരെ റെയറാണ് ഫ്ലൈറ്റുകൾ പോകുന്നത്. പെട്ടെന്ന് ഫ്ലൈറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അന്ന് എംബസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിടണം. അപ്പോൾ അന്ന് ആദ്യം പ്രായമായവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് അങ്ങനെയൊക്കെയാണ് പ്രയോറിറ്റി കിട്ടുന്നത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടി കൊറോണ. അപ്പം പ്ലാൻ എന്ന് വെച്ചാൽ എന്നെയും കുട്ടികളെയും ഒറ്റയ്ക്ക് വിടാൻ വയ്യാത്തതുകൊണ്ട് പുള്ളിക്കാരൻ കൂടി വന്നു. ഞങ്ങളെ നാട്ടിൽ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആൾക്ക് തിരിച്ചു പോകണം. കാരണം പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതായിരുന്നു പ്ലാൻ. അപ്പോൾ അന്നത്തെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ഫ്ലൈറ്റിൽ വരുന്നവരുടെ ഫോട്ടോസ് ഇത്ര പേര് ഇവാക്യുവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഫോട്ടോ ഇടും. അപ്പോൾ പിറ്റേന്ന് രാവിലെ എടുത്തോ എൻ്റെ പത്രത്തിൽ ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങളവിടെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ ഞാനും ഏട്ടനും കുട്ടികളും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് വന്നത്. ഒത്തിരി ആൾക്കാർ പോകുന്ന വിവരം അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും അവിടെയൊക്കെ പെട്ടെന്ന് എന്തോ ഒരു റൂമർ പരന്നു. നിതീഷ് മുങ്ങിയതാന്നു, പെട്ടെന്ന് നാട്ടിൽ പോയി എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് അത് ഭയങ്കര ഒരു ട്രോമ ആയിരുന്നു. വല്ലാത്തൊരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് ഇങ്ങനത്തെ വാർത്തകൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അത് കുറച്ചൊന്ന് റിക്കവറായി വരാൻ നമുക്ക് നല്ല സമയമെടുത്തു മെന്റലി. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അതിനുശേഷം തിരിച്ചു പോയായിരുന്നോ? വീണ്ടും ദുബായിക്കോ മസ്കറ്റിലേക്കോ അങ്ങോട്ട് റിട്ടേൺ പോയായിരുന്നോ? ഇല്ല ഞങ്ങൾ നാട്ടിൽ ക്വാറന്റൈനിൽ നിന്നു. ക്വാറന്റൈനിലാണ് ഞങ്ങൾ വർഷീയ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. 14 ദിവസം ക്വാറന്റൈൻ പീരീഡിലാണ് വർഷീയ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. ഈ പറഞ്ഞില്ലേ, ഫ്രാഞ്ചൈസി മോഡലിലാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഈ 14 ഫ്രാഞ്ചൈസിക്കുള്ള സാധനമൊക്കെ ഓർഡർ ചെയ്തു. അവസാനം അത് കോവിഡ് എക്സ്റ്റെൻഡായി പോകുന്നതോടെ അതിൻ്റെ എണ്ണം കുറഞ്ഞ് 4 ഫ്രാഞ്ചൈസിയായി. 3 കേരളത്തിലും 1 ലക്നൌവിലും ആയിരുന്നു. അപ്പം അങ്ങനെ ബാക്കി ഫ്രാഞ്ചൈസിക്കുള്ള പൈസ പിന്നെ ഞങ്ങൾ കയ്യിൽ ഉള്ളതും ഗോൾഡും അങ്ങനെയൊക്കെ വെച്ച് ക്യാഷ് ഇട്ടു. അങ്ങനെ വർഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫ്രാഞ്ചൈസി മോഡലിൽ നമ്മൾ വിചാരിച്ച അത്രയും റണ്ണായില്ല. റിപ്പീറ്റഡ് ഓർഡേഴ്സ് വരുന്നില്ല. കൊടുത്ത സാധനം തന്നെ അവർക്ക് വിൽക്കാൻ ബുദ്ധിമുട്ട്. അപ്പോഴും ഞങ്ങൾ പതുക്കെ ഹോട്ടൽസിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഹോട്ടൽസിൽ നിന്നും ഹോസ്പിറ്റൽസിലും കോവിഡ് ടൈം ആയതുകൊണ്ട് അവർക്ക് ഡിസ്പോസബിൾസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിന് പകരമായിട്ടുള്ള ഈ പ്ലാസ്റ്റിക്കിനുള്ള ഒരു സംഭവം വരാൻ 2 കാരണമുണ്ട്. ഒന്ന്, ഞാനവിടെ ക്ലൗഡ് കിച്ചൺ തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ഇലയിൽ ബാക്കി സാധനങ്ങൾ, കറി ഐറ്റം, പുളിശ്ശേരി, മോര്, മീൻകറി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ പ്ലാസ്റ്റിക് ഡബ്ബകളിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഈ പപ്പായ്ക്ക് ക്യാൻസർ വന്ന സമയത്ത് നമ്മൾ അവിടെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻറ്റസ്റ്റൈൻ ക്യാൻസറാണ് കാണുന്നത്. അതിൻ്റെ മെയിൻ ഒരു കാരണം ഈ പ്ലാസ്റ്റിക്കിൽ ചൂടോടുള്ള ഭക്ഷണം ഒഴിച്ചുള്ള ഭക്ഷണം കഴിപ്പാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ് എന്നുള്ളൊരു സംഭവം മനസ്സിലായി. അപ്പം ഞാനും ആ സാധനത്തിൽ തന്നെയാണല്ലോ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെന്താ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിയാണ് ഞങ്ങൾ വർഷയുടെ പ്രോഡക്ട്സ് സെലക്ട് ചെയ്തത്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്ലാസ്റ്റിക് അല്ലാത്ത പ്രോഡക്ട്സ്. അപ്പം ഹോട്ടൽസിലും ഹോസ്പിറ്റൽസിലും ഇത് മൂവ് ആവാൻ തുടങ്ങി. അങ്ങനെ ഫ്രാഞ്ചൈസി മോഡൽ എന്നുള്ളത് ചെറുതായി മാറി നമ്മൾ ട്രേഡിങ് ആയിരുന്നു. സോഴ്സ് ചെയ്ത് ഞങ്ങൾ ആ ബ്രാൻഡിൽ ട്രേഡ് ചെയ്യുമായിരുന്നു ആദ്യം തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേ എക്സ്പോർട്ട് ഓർഡേഴ്സിൻ്റെ എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പോഴാണ് അവർ പറയുന്നത് ഈ പേപ്പറിൽ എന്ത് കോട്ടിംഗ് ആണെന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പേപ്പറിൽ ഒരു കോട്ടിംഗ് ഉണ്ട്, അത് പ്ലാസ്റ്റിക് ആണെന്നുള്ളത്. അപ്പോൾ പേപ്പർ എന്ന് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അതൊരു പേപ്പർ പ്രോഡക്റ്റ് ആണ്, നല്ല പ്രോഡക്റ്റ് ആണ്. പക്ഷേ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും, അതിനകത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ചായ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിന് പകരം എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള റിസർച്ച് ഞങ്ങൾ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഡൽഹി തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയിട്ട് ഞങ്ങളൊരു ടെക്നോളജി ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് സൈൻ ചെയ്ത് ഞങ്ങൾ അവരുടെ ടെക്നോളജി എടുത്ത് അത് ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷനായിട്ടും മറ്റ് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഈ സമയത്ത് അപ്പോൾ ഈ 14 ഫ്രാഞ്ചൈസിയിലേക്ക് വേണ്ടി വാങ്ങിയ പ്രൊഡക്റ്റൊക്കെ എന്ത് ചെയ്തു? ഇത് 4 ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു. ബാക്കി ഞങ്ങൾ തന്നെ വിൽക്കാൻ തുടങ്ങി. ഫ്രാഞ്ചൈസികളെ കൊണ്ട് അധികം പറ്റുന്നില്ല. അപ്പോൾ ഫ്രാഞ്ചൈസി എടുത്തവർ ഈ പറഞ്ഞ പോലെ കുറേ പേര് ഗൾഫിൽ നിന്നിട്ട് വൈഫിനെ കൊണ്ട് ചെയ്യിക്കാം, ബ്രദറിനെ കൊണ്ട് ചെയ്യിക്കാം, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നമ്മൾ അത്രയും ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടല്ലാതെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ അത് ശരിക്കും വർക്ക് ആവത്തില്ല. നമ്മൾ അത്രയും നമ്മുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക്. അതൊരു പുതിയൊരു സംഭവം നമ്മൾ കൊണ്ടുവരുമ്പോൾ അതെ, അത് തീർത്തു. കുറച്ച് സമയം എടുത്തു, ബട്ട് ഞങ്ങൾ അത് ചെയ്തു. ആദ്യം കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ഷോപ്സ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. കാരണം കോവിഡ് സമയമാണ്. ഞങ്ങൾക്കും പരിചയം ഒരു 10-12 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വരുന്നു. അപ്പം ഞങ്ങൾ വീടെടുത്ത് താമസിക്കുന്ന ട്രിവാൻഡ്രത്തായിരുന്നു. പുള്ളിക്കാരൻ്റെ സ്ഥലമല്ല, എൻ്റെ സ്ഥലമല്ല. അപ്പം പുതിയ സ്ഥലം, ഞങ്ങൾക്ക് ലൊക്കാലിറ്റി അറിയില്ല, കോവിഡ്, ഇപ്പോൾ കടകളൊന്നും കൊള്ളില്ല. ഈ 14 ഫ്രാഞ്ചൈസിക്കുള്ള സാധനം ഞങ്ങളുടെ വീട്ടിലാണ് കൊണ്ടുവന്ന് ഇറക്കുന്നത്. അപ്പം ആ ഫ്രാഞ്ചൈസിയുടെ സാധനങ്ങൾ ഫുള്ള് വീട് മൊത്തം നിറഞ്ഞിട്ട് കുട്ടികൾക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാതെ ഫുൾ നിറഞ്ഞു.
അപ്പം ഞങ്ങൾ തൽക്കാലം കുട്ടികളെ കൊട്ടാരക്കര വീട്ടിലോട്ട് മാറ്റിയിട്ട് അവിടെ നിന്ന് പതുക്കെയാണ് സാധനങ്ങൾ. അതിൽ ഞങ്ങൾക്ക് വന്ന ഒരു സംഭവമാണ് ആദ്യം GST, EA ബില്ല്. ഇതൊക്കെ നമുക്ക് കേട്ടറിവുണ്ടെങ്കിലും വലിയ പരിചയമില്ലായിരുന്നു. ഫസ്റ്റ് ഞങ്ങളുടെ ആദ്യത്തെ കൺസൈൻമെൻറ്റ് പോവുമായിരുന്നു. EA ബില്ല് രാത്രി ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, സൈറ്റ് ഡൗൺ ആയിരുന്നു, കിട്ടിയില്ല. പെട്ടെന്ന് അത്ര സീരിയസ്നെസ് ഞങ്ങൾക്ക് അറിയില്ല. ധാരണയില്ല EA ബില്ലിനെ കുറിച്ച്. 50,000 രൂപ പുറത്ത് EA ബില്ല് വേണം, എടാ അത്ര മാൻഡേറ്ററി ആണെന്നുള്ളൊരു സംഭവം വലിയ ഇതായിരുന്നു. രാവിലെ ഡ്രൈവർ വന്നു, അമ്മ ആദ്യത്തെ സാധനം പോവേ, അമ്മ പൂജിച്ച് ഇൻവോയ്സ് ഒക്കെ കൊണ്ടു കൊടുത്തു. ഫസ്റ്റ് ബില്ലിങ് പോവുകയാണ്. സൂക്ഷ്മല്ല വീട്ടിൽ നിന്ന് എടുത്ത വണ്ടി വാളകം എത്തിയപ്പം, കൊട്ടാരക്കരയ്ക്ക് എടുത്ത വാളകം എന്ന് പറഞ്ഞ സ്ഥലം എത്തിയപ്പോൾ GST-കാർ പിടിച്ചു. ഡ്രൈവർ വിളിച്ചു, അയ്യോ സാറേ ഇതിനകത്ത് EA ബില്ല് ഇല്ലായിരുന്നു, അവർ EA ബില്ല്. ഇപ്പം അപ്പോഴത്തേക്കും ഞങ്ങൾ മറ്റേ കമ്പനി വിളിച്ച് പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്, ഇപ്പം അയച്ചിട്ട്. അവരപ്പം തന്നെ വാട്സപ്പ് അയച്ചു. ഞങ്ങൾ ഡ്രൈവറിന് അപ്പോഴേ വാട്സപ്പ് അയച്ചു കൊടുത്ത്. ഞങ്ങൾ പറഞ്ഞ് ഹാർഡ് കോപ്പി ആയിട്ട് ഞങ്ങൾ തന്നെ വരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരന് വാട്സപ്പ് അയച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഹാർഡ് കോപ്പി ആയിട്ട് ട്രിവാൻഡ്രത്ത് അങ്ങോട്ട് പോയി. ചെന്നപ്പോഴേക്കും GST-കാർ പറഞ്ഞു ഒരു രക്ഷയില്ല. അപ്പം അടിച്ചു വന്നു 56,000 രൂപ ഫൈൻ. ആ പൈസ ഞങ്ങൾ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അക്കൗണ്ടിൽ 200 രൂപ കമ്പനി അക്കൗണ്ടിൽ പിന്നെ ബാലൻസ് ആകെ 200 രൂപയാണ്. ആദ്യത്തെ സംഭവം വളരെ പ്രതീക്ഷയോടെ തുടങ്ങി. ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ ആദ്യം നെഗറ്റീവ് അടിച്ചു. എന്ത് വേണം, വീട്ടിൽ ആകെ പ്രശ്നം ഇല്ല, ഒരുപാട് പ്രശ്നത്തിന്റെ ഇടയിൽ വന്ന് ഇങ്ങനൊരു തുടങ്ങി. ആളുടെ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയതെല്ലാം കൂട്ടി ചരിത്രമാണ്. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ എന്തോ ദൈവാധീനം കൊണ്ട് അവിടെ നിന്ന് പിന്നെ പതുക്കെ മാറി ഇപ്പൊ 2020-2025 വർഷം ഇങ്ങനെ നിൽക്കുന്നു. എല്ലാം വളരെ നല്ല രീതിയിൽ ബിസിനസിനെ സ്നേഹിക്കാത്ത ബിസിനസിനെ സ്നേഹിച്ചു. അങ്ങനെ പതുക്കെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വനിതാ സംരംഭകർ അറിയപ്പെടുന്ന പേര്. അല്ല, ഈ യാത്രയിൽ ആരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു? ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്തു? തീർച്ചയായും സ്റ്റാർട്ടപ്പ് മിഷന്റെ വളരെ സപ്പോർട്ട്. ഇപ്പം നമുക്ക് ഈ ടെക്നോളജി എടുക്കുന്ന സമയത്തും ടെക്നോളജി എടുക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ക്യാഷ് കൊടുക്കണം. ആ സമയത്തായാലും സ്റ്റാർട്ടപ്പ് മിഷന്റെ എൻട്രി വന്നു. സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങൾക്ക് റിങ്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ കൂടെ പൈസ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അത് റീഇംബേഴ്സ് ചെയ്തത്. പിന്നെ IIM ലക്നൌവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കേരള ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രൊഡക്ടൈസേഷൻ ഗ്രാന്റ്, അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് റഫ്താറിന്റെ അഗ്രികൾച്ചർ ഗ്രാന്റ്, അങ്ങനെ ഒരുപാട് ഗ്രാന്റുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എത്ര കോടിയോളം ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി വന്നു? അപ്പോൾ 1.25-1.5 കോടിയോളം. 1.5 കോടി രൂപയോളം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രൊജക്ടിന്മേൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്ര വന്നിട്ടുണ്ടാവും? ഞങ്ങൾ സാലറി ടെക്നിക്കലി സ്പീക്കിംഗ് ഞങ്ങൾ ഒരു 6 വർഷമായിട്ട് ഞങ്ങൾ റവന്യൂ എടുത്തിട്ടില്ല. 6-ാം തീയതി തന്നെയാണ്. അതെ, ഞങ്ങൾ പിന്നെ അല്ലാതെ കമ്പനി തന്നെ ഓൾമോസ്റ്റ് ഒരു 60-70 lakhs-നുള്ളിൽ ഞങ്ങൾ. ഇതിലും വലിയൊരു തമാശ, നമുക്ക് ഓരോ പ്രാവശ്യം ഗ്രാൻഡും ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ പേപ്പറിലും ഇതിലെല്ലാം വാർത്തകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവർ വിചാരിക്കും ഇവർക്കെല്ലാം ഇത്രയും ക്യാഷ് കിട്ടുന്നില്ല എന്നുണ്ട്. പക്ഷെ ഓരോ ഗ്രാൻഡിനും അതിൻ്റെതായ ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ഫൗണ്ടേഴ്സിന് പറ്റില്ല. പിന്നെ നമ്മൾ ഗ്രാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ക്രീനിങ് പ്രൊസീജിയറിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം പിച്ച് ചെയ്യണം. നമ്മൾ അവർക്ക് ഗ്രാൻഡ് നമുക്ക് അനുവദിച്ച ആ ഗ്രാൻഡ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും, ഇത്ര ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര, ഈ 10 ലക്ഷം ഫണ്ട് അല്ലെങ്കിൽ 15 ലക്ഷം ഒറ്റയടിക്ക് അവർ തരത്തില്ല. അത് ആദ്യം ഒരു ട്രാൻജ് തരും. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പ്രോപ്പറാണോ, നമ്മൾ പറഞ്ഞ പോലെ ഉപയോഗിച്ചിട്ടുണ്ടോ, അതിൻ്റെ CAയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് അവർ അടുത്ത ട്രാൻജ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ഇവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, പക്ഷെ അവരെന്നിട്ട് ഞങ്ങളുടെ കാശ് തരുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണകളാണ്. കമ്പനി ഓടുന്നുണ്ടല്ലോ. അത് ഞങ്ങൾക്ക് ആക്ച്വലി ഇതിനകത്ത് പറയാൻ മിസ് ചെയ്ത സംഭവമുണ്ട്. ഞങ്ങൾ മസ്കറ്റിൽ നിങ്ങൾ ഷിഫ്റ്റ് ആവുന്നതിന് മുൻപ് സ്പാർക്ക് സ്റ്റോറിയുടെ ഒരു വീഡിയോ, അത് ഭയങ്കര ടേണിംഗ് പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി എല്ലാ ബിസിനസ്സും പൊട്ടി ഇങ്ങനെ പോകില്ല. അന്നേരം ഞാൻ ചെയ്യുന്നത് എന്തോ വലിയ ക്രൈം ആണെന്ന് ഇന്ന് എൻ്റെ വീട്ടുകാർ വിചാരിക്കുന്ന ബിസിനസ് ചെയ്യുന്നത്. അന്നേരം ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്പാർക്കിന്റെ ഒരു ഫ്ലൈ ആഷിന്റെ ഒരു ബിസിനസ് പുള്ളിയുടെ ഞാനത് കാണുന്നത്. അത് കണ്ടപ്പം എൻ്റെ സ്റ്റോറിയായിട്ട് എവിടെയൊക്കെ മാച്ച് ആവുന്നു. അന്നേരം പിന്നെ പല 2-3 സ്പാർക്കിന്റെ സ്റ്റോറി ഇങ്ങനെ ഞാൻ കാണുമ്പോൾ എനിക്ക് അവിടെയാണ് മനസ്സിലായി ഇത് എല്ലാ എന്റർപ്രണേഴ്സിന്റെ ജേർണി ഇങ്ങനെ തന്നെയാണ്, ഇത് എന്റെ മിസ്റ്റേക്ക് അല്ല എന്നുള്ള രീതിയിലാണ്. യാത്ര ഇങ്ങനെ തന്നെയാണെന്ന് തിരിച്ചറിയാം. ഷമീം സാറിന്റെ പല ഇതുമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷൻ സ്പാർക്ക് സ്റ്റോറി ഇല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ വർഷം കാണില്ല. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ അന്ന് ഇരുന്ന് കുട്ടികളോട് പറയും, ഞങ്ങൾ ഫാമിലിയായിട്ട് ഇരുമ്പം പുള്ളിക്കാരൻ പറയുമായിരുന്നു, നോക്കോ ഞാനും ഒരു ദിവസം ഈ സീറ്റിൽ ഇരിക്കും. അപ്പൊ അത് ദൈവാനുഗ്രഹം കൊണ്ട് എങ്ങനെയോ ഇന്ന് അത് സാധ്യമായി. അത് ഭയങ്കര ഒരു അങ്ങനെ നമുക്ക് അത്രയും ഫണ്ട് കിട്ടി. നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊന്ന് പരിചയപ്പെടാം. കാരണം കുറേ ഇന്നോവേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു.
ആ പ്രൊഡക്റ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഇത് കാണുമ്പോൾ സാധാരണ ഒരു കപ്പ് പോലെ മാത്രമാണല്ലോ പെട്ടെന്ന് തോന്നുന്നുള്ളൂ. അതെ അതെ, ഇത് മെയിനായിട്ട് ഞങ്ങളുടെ ടെക്നോളജി എന്ന് പറയുന്നത് കോട്ടിങ് ആണ്. പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക് കോട്ടിങ്ങുകളാണ് യൂഷ്വലി വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളത് പ്ലാസ്റ്റിക് കോട്ടിങ്ങിന് പകരം ഞങ്ങൾ ഉണ്ടാക്കിയ ബയോ കോട്ടിങ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഞങ്ങളതിന് പേറ്റന്റ് കൊടുത്തിട്ടുണ്ട്, ഓൺ പ്രോസസ്സാണ്, കിട്ടിയിട്ടില്ല. അപ്പം അത് വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇങ്ങനത്തെ പേപ്പർ കപ്സ്, പേപ്പർ കണ്ടെയ്നേഴ്സ്. ഇതിൽ വെള്ളം ഹോൾഡ് ചെയ്യോ? ഹോൾഡ് ചെയ്യും. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു നോക്കിയാലോ? ഇത് പാളയുടെ പ്രൊഡക്ട്സ് ആണ്. ഈ പാളയുടെ പ്രൊഡക്ട്സ് എക്സ്പോർട്ടിന് പോകും. എക്സ്പോർട്ടിന് പോകുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫംഗസ് പിടിക്കും. അന്നേരം എക്സ്പോർട്ടിനൊക്കെ പല പ്രശ്നമാണ്. ഞങ്ങളുടെ വെജിറ്റബിൾ ഓയിൽ ബേസ്ഡ് ഒരു കോട്ടിംഗ് ടെക്നോളജി ഉണ്ട്. ആ മോളിൽ കാണുന്ന ഒരു തിളങ്ങുന്നത് അത് ഈ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് കിട്ടും. 1 വർഷം വരെ ഒരു പ്രശ്നവും വരില്ല. വെള്ളം അബ്സർവ് ചെയ്യില്ല. ഇല്ല. പ്ലസ് നിങ്ങൾ ഇപ്പോൾ ഈ അഗ്രോ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റ്സ്, കപ്സ്, അങ്ങനെ പല പ്രൊഡക്റ്റും വരുന്നുണ്ട്. പിന്നെ വീഗൻ ലെതർ എന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഈ ഇലകൾ കൊണ്ട് ലെതർ, ഈ ആനിമൽ ക്രൂവൽറ്റി പാടില്ല എന്നും പറഞ്ഞിട്ട് ഈ ആനിമലിൻ്റെ ഇത് തൊലി സ്കിൻ വെച്ചിട്ട് ഇപ്പം നമ്മളുടെ എല്ലാ ലെതർ പ്രൊഡക്ട്സ് വരുന്നത്. അതിന് പകരം ഇപ്പം വീഗൻ ലെതർ വരുന്നുണ്ട്. അതിനും ഈ മോയ്സ്ചർ അബ്സോർപ്ഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾ കോട്ടിങ് യൂസ് ചെയ്താൽ അത് ചെയ്യാം. സെക്കൻഡ്, ഈ കാണുന്ന പേപ്പർ കാണുമ്പോൾ പേപ്പറാണ്, പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് മട്ടൺ, ചിക്കൻ, ഫിഷ് ഇതൊക്കെ വെട്ടിയിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുത്തു വിടാം. ഇത് കീറില്ല. ഫ്രീസറിൽ വേണമെങ്കിലും വെക്കാം. കീറില്ല പെട്ടെന്ന്? ഇല്ല. വലിച്ച കീറോ? പേപ്പർ നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവെക്കാം. വെള്ളം ഒരു ഇതുകൊണ്ടൊന്നും കീറിപ്പോയില്ല. ഞങ്ങൾ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഉണ്ട് എന്തായാലും. തിരുവനന്തപുരത്തിലെ ഏറ്റവും ഫേമസ് ഗണപതി പഴമറി ടെമ്പിളിൽ ഓയിൽ പിടിക്കില്ല ഇതിനകത്ത്. ഓയിൽ വരത്തില്ല ഇതില്? ഇല്ല. എന്തിടാ? എണ്ണയും പഴംപൊരിയൊക്കെ ഇടാം. അതൊക്കെ എണ്ണയും പഴംപൊരി എല്ലാം ഇടാം. അവിടെ ഉണ്ണിയപ്പത്തിന് കൊടുക്കുന്നതാണത്. പുറത്തേക്ക് വരില്ല? ഇല്ല. കൊള്ളാലോ. ഇത് നമ്മുടെ സർക്കാരിന്റെ ജയിൽ ചപ്പാത്തി എന്ന് പറയും. ജയിൽ ഫ്രീഡം ഫുഡ് അവരുടെ പാക്കേജിങ് നമ്മളാണ് ചെയ്യുന്നത്. അതിലെന്താ എഴുതി വെച്ചിരിക്കുന്നത്? എന്തൊരു സാധനം എഴുതിയിട്ടുണ്ടല്ലോ. അത് നമ്മൾ എല്ലാ പാക്കിലും ഉണ്ട്. നിങ്ങൾ ബൈ യൂസിങ് ദിസ് പാക്കേജിങ് യു ആർ ലൈക്ലി ടു സേവ് 5 to 15 grams ഓഫ് പ്ലാസ്റ്റിക് പൊള്യൂട്ടിങ് ദ വേൾഡ്, എ ഗ്രീൻ ഇനിഷ്യേറ്റീവ് ഫ്രം വർഷ. ഇങ്ങനെയാണ് അത് എഴുതി വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഒരു കൃത്യമായൊരു പുതിയൊരു ഉൽപ്പന്നമായിട്ടാണ് നമ്മൾ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിക്കാന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ല ഇതിൽ. വെള്ളം ഒഴിച്ചാൽ വെള്ളം പോവില്ല. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ല, പകരം ഞങ്ങളുടെ ബയോ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. തിളച്ച കറിയും എല്ലാം ഒഴിക്കാം, പ്രശ്നമില്ല. ഇത് ഞങ്ങൾ സർട്ടിഫിക്കേഷൻ, മൈഗ്രേഷനും ഫുഡ് ഗ്രേഡ് ആണ്. ഇതിന്റെ എല്ലാം സർട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കട്ടെ. ലീക്കൊന്നും വരില്ല അല്ലേ? ഇല്ല. ആക്ച്വലി പ്ലാസ്റ്റിക് ആകുമ്പോൾ നിങ്ങൾക്ക് 5-6 മണിക്കൂറൊക്കെ നിൽക്കും. ബയോ ആകുമ്പോൾ 2 മണിക്കൂർ 3. ഞങ്ങളുടെ ടെക്നോളജി അത് കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് കൂടുതൽ മണിക്കൂർ നിർത്താൻ വേണ്ടി നമുക്ക് 2 മണിക്കൂർ വരെ കിട്ടും. അത്യാവശ്യം ഒരു ഫുഡൊക്കെ 4 മണിക്കൂർ വരെ 100% ബയോഡിഗ്രേഡബിൾ ആണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത വരുന്നത്. ഈ ശതമാനം നമ്മൾ എപ്പോഴും ഒരു ഇമ്പ്രൂവ്മെന്റ് വേണമല്ലോ. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ 100 പറയാറില്ല, 98-99 കാരണം എപ്പോഴും ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കൂടുതൽ വേണം. ഇത് ഞങ്ങൾ ഇതിനെ ഒരു 3 ഇതായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. കാരണം പ്ലാസ്റ്റിക്കിനെ ഫുള്ളി റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഇതല്ല. അപ്പം നമ്മളിപ്പോൾ ഡെയിലി നോക്കുമ്പോൾ ഏതൊരു പുതിയ പ്രോഡക്റ്റ് വന്നാലും അതിനൊരു പാക്കേജിങ് വേണം. ഇപ്പം പാക്കേജിങ്ങിന് ഒരു ആൾട്ടർനേറ്റീവ് ആകെ ഉള്ളത് പ്ലാസ്റ്റിക്കും തെർമോക്കോൾ അങ്ങനെ സാധനങ്ങളെ ഉണ്ടാവും. എന്തൊക്കെ അതിന് ഓൾട്ടർനേറ്റീവ്സ് പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ സാധനത്തിനും പേപ്പർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ബയോ കോട്ടിങ്സ് വർക്ക് ആവണമെന്നില്ല. അതിന് പലതരം ബയോ കോട്ടിങ്സ് വേണം. അപ്പം ഞങ്ങൾ ആ ഒരു സെഷനിലാണ് വർക്ക് ചെയ്തത്. അത് 3 കാറ്റഗറൈസ് ആയത്. ഒരു 1 day ഷെൽഫ് ലൈഫ്, അതായത് ഈ സ്വിഗ്ഗി സൊമാറ്റോയിൽ പോകുന്ന നമ്മൾ ഒരു ദിവസത്തെ പാഴ്സൽ കണ്ടെയ്നേഴ്സ്, അതാണ് ഞങ്ങളുടെ ആദ്യത്തേത്. രണ്ടാമത് 1 to 7 days, ഒരു 7 ആഴ്ച, അതായത് ബ്രെഡ് അല്ലെങ്കിൽ ദോശ ബാറ്റർ, അപ്പം ബാറ്റർ, അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടാണ്. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിന് ഒരു 2nd കാറ്റഗറി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിൽഡ് ഫുഡ് ഐറ്റംസ്, അത് ഒരു കാറ്റഗറി. പിന്നെ 3ാമത്തേതാണ് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ
സ്പൈസസ് ഒക്കെ സൂക്ഷിക്കാനുള്ള, ഇപ്പൊ കുക്കീസ് പോലുള്ള അതിനാണെങ്കിലും നല്ല നല്ല എയർ ടൈറ്റ് അങ്ങനത്തെ. അപ്പൊ അങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്ത് നമ്മളിപ്പോ ആദ്യത്തതും രണ്ടാമത്തെ സെക്ഷനും ഒരുവിധം ക്രാക്ക് ആയി. അപ്പൊ 3rd സെഷനിലാണ് ഞങ്ങളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റിസർച്ച് ടീം ഉണ്ട്. എത്ര പേരുടെ ടീമാണ് ശരിക്കും വർഷം? 10 പേരാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾക്ക് കൺസൾട്ടൻസ് ഉണ്ട് കൂടുതൽ. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഏകദേശം സർക്കാരും നമ്മളൊക്കെ ആയിട്ട്. ഇന്ന് ആരൊക്കെയാണ് നിങ്ങളുടെ ക്ലയൻസ്? ആരൊക്കെയാണ് മെയിൻലി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം 5 സ്റ്റാർ ഹോട്ടൽസിലാകെ താജ്, ലീല, ഹിൽട്ടൺ, മാരിയോട്ട്, കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പാരഗൺ, ട്രിവാൻഡ്രം പാരഗൺ, അങ്ങനെ ഓൾ ഇന്ത്യ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ബ്രാൻഡ്സുമായിട്ട് അസോസിയേറ്റ്, ഇപ്പം ജയിലിലെ ചപ്പാത്തി, ഇപ്പം അമ്പലങ്ങൾ, അങ്ങനെയൊക്കെ കുറെ ലുലുവായിട്ട് ഡിസ്കഷൻ. അപ്പം ഇപ്പം ബ്രാൻഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് പുതിയ ചെയ്യുന്നത്. അങ്ങനെ ഇത് ഞങ്ങൾ ഒരു 6 മാസം ടെക്നോളജി എടുത്ത് 6 മാസം കൊണ്ട് പ്രൊഡക്റ്റ് വെളിയിൽ ഇറക്കാമെന്നുള്ള ഒരു ചിന്തയിൽ പോയി ഒരു 2.5 വർഷം R&D ചെയ്തു. അപ്പം ആ 2.5 വർഷം സമയവും പോയതിന് ശേഷമാണ് സർട്ടിഫിക്കേഷൻ തന്നെ. നമുക്കൊരു 6 മാസം അതിൻ്റെ പ്രൊസീജിയർ തന്നെയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പ്രൊഡക്ട്സ് ഇറക്കി. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം നമുക്ക് കേരള ഗവൺമെന്റിന്റെ മികച്ച സ്റ്റാർട്ടപ്പിനുള്ള അവാർഡ് കിട്ടി. സൊമാറ്റോ ഇതിനു വേണ്ടി ഒരു കണ്ടസ്റ്റന്റ് ഇറങ്ങിയിട്ടുണ്ട്, പാക്കത്തോൺ എന്ന് പറയും. അതിന്റെ ഫസ്റ്റ് സീസൺ 2024 അതിൽ 85ഓളം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മൊത്തം ഒരു കമ്പനി സ്ക്രീൻ ചെയ്ത് ടോപ്പ് 10 കമ്പനീസിൽ നമ്മളുണ്ട്. അപ്പം പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗിൽ ഇന്ത്യയിലെ ടോപ്പ് 10 കമ്പനീസിൽ അവര് സെലക്ട്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഞങ്ങളൊരു പുതിയ ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് 36 മാസം കൊണ്ട് 3000 ടൺ പ്ലാസ്റ്റിക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് വെച്ച് ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് അവർ ബിസിനസ് മോഡൽ. അതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. അത് ഓൾമോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെ ഒരു 100 കോടി 220 കോടിയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അത് ആണ് ഞങ്ങൾ നെക്സ്റ്റ് ഫേസ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതിന് വേണ്ടി ഞങ്ങളിപ്പം അതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് തിങ്സ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ ഒരു 2 കോടി രൂപ ഇപ്പോൾ റേസ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് വെച്ച് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫണ്ടമെന്റൽസ് ആയാലും വിത്തിൻ നെക്സ്റ്റ് 6 months to 12 months ഞങ്ങൾക്ക് അടുത്തൊരു $2 to $3 million ഫണ്ട് പിന്നെയും വേണം ഞങ്ങൾ ഫുൾ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തിടാൻ. ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് പാക്കേജിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എല്ലാവരും വന്നിട്ട് അവരുടെ ടെക്നോളജിയെ കുറിച്ച് ഒരുപാട് സംസാരിക്കും. ബട്ട് ദാറ്റ് ടെക്നോളജി വിൽ റിയലി സോൾവിങ് ദ കസ്റ്റമേഴ്സ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ പാടാണ്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയാണ്. കസ്റ്റമേഴ്സിൻ്റെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഓരോ സ്ഥലങ്ങളിൽ പോയി അവരുടെ പാക്കേജിങ് മെത്തേഡും എല്ലാം കണ്ട് അതിനെ എങ്ങനെ ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാമെന്നുള്ള സ്റ്റഡി നടത്തിയതിന് ശേഷം ഞങ്ങൾ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ടീം അതിൽ വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതെല്ലാവരും വാങ്ങണം എന്നുള്ളൊരു അക്കോർഡിംഗ് ടു പ്രോഡക്റ്റ് നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്യാനാണ്. പിന്നെ പാൻ ഇന്ത്യ ലെവലിൽ പല വർക്കിനും ഞങ്ങൾക്ക് കോൺട്രാക്ട് മാനുഫാക്ചേഴ്സ് ഉണ്ട്. കാരണം എല്ലാത്തിൻ്റെയും മെഷീനറി മേടിക്കുക സാധ്യമല്ല. അന്നേരം ഞങ്ങൾ ഒരു പ്രൊജക്റ്റ് ഇടുന്നുണ്ട്, വർഷിയാസ് ബയോ പാർക്ക് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിലോട്ട് വരുന്നുണ്ട്. അതിന് മീൻസ് നല്ലൊരു ഫണ്ട് ഞങ്ങൾ നെക്സ്റ്റ് റേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഇനി ഒരു ടീം എക്സ്പാൻഷനുമാണ് ഞങ്ങൾ നെക്സ്റ്റ് ചെയ്യുന്നത്. ഒരു വലിയ വിഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ജേർണി ഭയങ്കര രസമുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 7ാം ക്ലാസ്സുകാരൻ പഠിച്ച് പാസ്സായ ആദ്യത്തെ സംരംഭം തുടങ്ങുന്നു, അവിടെ പരാജയപ്പെടുന്നു, ഒറ്റ ദിവസം കൊണ്ട് പൂട്ടിയ സംരംഭം. രണ്ടാമത്തെ സംരംഭം 5000 രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിൽ കത്തിക്കുത്തിലേക്ക് പോകേണ്ട ഒരു സംരംഭകൻ. പിന്നെ അവിടെ നോക്കിയാൽ ദുബായിൽ വന്ന്, പിന്നെ മസ്കറ്റിൽ വന്നിട്ട് അവിടെയൊക്കെ ഓരോ സംരംഭങ്ങൾ. അച്ഛനാണെങ്കിൽ പറയും സംരംഭം ചെയ്യരുത്, മകനാണെങ്കിൽ തുടങ്ങും, ഭാര്യ സംരംഭകനെ ഇഷ്ടമുള്ള അവസാന സംരംഭകയെ. അങ്ങനെ പലയിടത്തും തോറ്റു. പലപ്പോഴും കടക്കാർ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ജീവിതത്തിൽ വലിയ 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 ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിനെ ഓവർകം ചെയ്യുമ്പോൾ എന്താ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്താ? കാരണം കുട്ടികളറിയുന്നു, വീട്ടുകാരറിയുന്നു, കടമുണ്ടെന്ന് നാട്ടുകാരറിയുന്നു, നാട് വിട്ട് മുങ്ങിയോൻ എന്ന പേര് വരുന്നു. അപ്പോൾ എന്താ മനസ്സിലൊരു ഫീലിങ്സ് എന്താ? ആദ്യത്തെ എന്ന് വെച്ചാൽ നമ്മളോട് ഹോണസ്റ്റ് ആവുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നമ്മളോടൊരു ബോധ്യം വേണം. സെക്കൻഡ്, ഈ പറയുന്ന ഞങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഞാൻ മസ്കറ്റിൽ ബിസിനസ് ചെയ്തപ്പോൾ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ട്രഗിൾ എനിക്ക് മാത്രമേ അറിയൂ. ഫാമിലിയിൽ അത് കണ്ട ഒരു എഫക്റ്റ് ആയിട്ടില്ല ഒരിക്കലും. അങ്ങനെ സിനാരിയോ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ജേർണിയിൽ, വർഷയുടെ ജേർണിയിൽ എൻറ്റയർ ഫാമിലി എഫക്റ്റായി. ഞങ്ങൾക്ക് പല ഡൊമസ്റ്റിക് കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത പല രീതിയിലും പല ഇതുണ്ട്. ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നത് ഫാമിലിയാണ്. എൻ്റെ അച്ഛനായാലും അമ്മയായാലും എൻ്റെ സിസ്റ്ററും ബ്രദറിൻ്റെയും പുള്ളിയുടെ അമ്മയും എൻ്റെ കുട്ടികൾ. അതാണ് ഞങ്ങൾ കുട്ടികൾ ഇത്രയും സപ്പോർട്ടീവായിട്ട് അവളെ ഹാറ്റ്സ് ഓഫ് ചെയ്യുകയും ചെയ്യും. കാരണം അവർ നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇന്നിപ്പോൾ ഈ ഇൻ്റർവ്യൂകൾ കാണുമായിരിക്കും അവർ, മറ്റേ സൈഡിൽ ബാങ്കുകാർ വന്നിട്ട് പറയുന്നത് പൈസ എന്താണ് അടയ്ക്കുന്നത്, അതെന്താണ് അടയ്ക്കുന്നത്, അതും അവർ കാണുന്നുണ്ട്.
അന്നേരം ഈ ലൈഫിൻ്റെ ജേർണിയുടെ എൻ്റർപ്രീനർഷിപ്പിൽ 2 സ്ഥലവും മേ ബി അവരും കൺഫ്യൂസ് ആവും ഏതായിരുന്നു റൈറ്റ്. കാരണം ഇവിടെ പൈസ അടയ്ക്കുന്നില്ല, അവിടെ ഫീസ് അടയ്ക്കാൻ സമയത്ത് അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല ഇഷ്യൂസും ഉണ്ട്. അത് ഒരു സൈഡിലുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് പല അവാർഡ് കിട്ടുന്നു, അപ്രീസിയേഷൻ കിട്ടുന്നു, ഇത് കിട്ടുന്നു. ഇതിൽ ഏതാണ് കറക്റ്റെന്ന് അവർക്കും അറിയില്ല. അന്നേരം ശരിക്കും പറഞ്ഞാൽ എന്നെ പലരും പറയും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിയാത്തത്. അതുകൊണ്ടല്ല, എനിക്ക് ഞാൻ പറയാം സെക്കൻഡ് ഫേസ് ഓഫ് ഇത് വന്നപ്പോൾ ബിസിനസ്സിനെക്കാട്ട് ഉപരി ഫാമിലി എല്ലാം കൂടെ ഒന്നിച്ച് താമസിക്കണം എന്നുള്ള അതാണ് എൻ്റെ മെയിൻ ഫണ്ടമെൻ്റൽ. ബിസിനസ് റിയലി ഐ സ്റ്റാർട്ടഡ് ഇൻ വർഷയ്ക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒന്നും ബിസിനസ് ആയിരുന്നു. അതൊരു ഇമോഷണൽ സ്റ്റോറിക്ക് വേണ്ടി ചെയ്തത്. ബിസിനസ് ഞാൻ ശരിക്കും വർക്ക് ചെയ്തത് ഓൺലി ഫോർ വർഷ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരുപാട് സ്ഥലത്ത് തോറ്റിട്ടുണ്ടെങ്കിലും പലപ്പോഴും അതിനെയൊക്കെ ഭയങ്കര കരുത്തോടെ നേരിട്ടിട്ടുള്ളതാണ്. പക്ഷേ ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നിയ നിമിഷം അതെ. എപ്പോഴാണ് ഞാൻ ചെയ്തതെല്ലാം ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല, കുറേ അനുഭവങ്ങളുണ്ടല്ലോ, അതിലിതൊന്നും വേണ്ടിയിരുന്നില്ല. അത് ഒരു വട്ടം വന്നു. ഞാൻ പറഞ്ഞില്ലേ, മസ്കറ്റിൽ ഒരു അച്ഛൻ പോയി, മീൻസ് എയർപോർട്ടിൽ നിന്ന് വിളിച്ച ഒരു കോൾ ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് എനിക്ക് ഇന്നും, കാരണം ഒരുപാട് 2.5 വർഷത്തോളം എഫേർട്ട് ഇട്ട ഒരു ഇവൻ്റായിരുന്നു. അച്ഛനൊന്നും ഇതല്ല, പക്ഷെ അച്ഛനും തോന്നി മോൻ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നു, എന്തിനു വേണ്ടി അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഇതുണ്ട്. പക്ഷെ അന്ന് ആ ഒരു പോക്ക് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് ഒരു തോന്നൽ എനിക്ക് അന്ന് ഇന്നും അത് ഫീൽ ചെയ്യും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ജേർണി. ഒരു വൈഫ് എന്ന നിലയിൽ ഒരു നല്ല ശമ്പളമുള്ളൊരു ഭർത്താവിനെയാണ് പ്രതീക്ഷിച്ചത്. ശമ്പളം ഉണ്ടായ കാലമുണ്ട്, ഭർത്താവ് സംരംഭം തുടങ്ങിയിട്ട് പ്രശ്നത്തിലായ കാലമുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും ചെയ്യണ്ടായിരുന്നു മനുഷ്യ, നമുക്ക് പഴയ ജോലി തന്നെ മതിയായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്? ഇപ്പോഴില്ല. വർഷം തുടങ്ങിയും ഒരു ആദ്യത്തെ 2 വർഷം അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു, പറയുമായിരുന്നു ആദ്യത്തെ ഒരു 2 വർഷം. ഇപ്പം ഞങ്ങള് ആ സ്റ്റേജൊക്കെ കടന്നു എന്തായാലും. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു ചെല്ല. വർഷം തുടങ്ങിയപ്പോഴും ആദ്യത്തെ 2 സ്റ്റേജ് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും മുടക്കം വരുമ്പം വല്ലാത്തൊരു വിഷമം. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനങ്ങനെ ഒരു സംഭവം ഫിനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിരുന്ന സമയത്ത് അന്ന് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു. അപ്പം ചിലപ്പം വേണമായിരുന്നോ, ജോലിക്ക് പോവായിരുന്നു അല്ലേ എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് അങ്ങനെ ഒരു ചിന്തയില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തിയവരോടൊക്കെ ഇപ്പം എന്താ പറയാനുള്ളത്? അന്ന് കള്ളെന്ന് വിളിച്ചവരുടെ കുറ്റപ്പെടുത്തിയവരോട് അവരോട് എന്താ പറയാനുള്ളത്? കുറ്റപ്പെടുത്തിയത് അവരുടെ കുറ്റമല്ല. അതിപ്പം ഓരോരുത്തർ അവരവരുടെ സാഹചര്യം, നമ്മളെല്ലാവരുടെയും ഒരു സൈഡ് മാത്രമല്ലേ കാണുന്നുള്ളൂ. 2 സൈഡും കേൾക്കുന്നവരും അറിയുന്നവരും വളരെ കുറവാണ്. ഓഫ്കോഴ്സ് അവരുടെ സ്ഥലത്ത് ഞങ്ങളായാൽ പോലും ഞങ്ങളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുക. അതുകൊണ്ട് അവരുടെ കുറ്റമല്ല, ഞങ്ങളുടെ കുറ്റമല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അങ്ങനെ പരാതിയില്ല. പക്ഷെ വിഷമം തോന്നിയിട്ടുണ്ട്. നമ്മൾ അത്രയും ഫ്രണ്ട്സ് അല്ലെങ്കിൽ അത്രയും കൂട്ടായിട്ടിരുന്നവർ ഇപ്പം ആ ഒരു ഡിസ്റ്റൻസ് കിടും. അവർ പ്രശ്നത്തിലായപ്പോൾ നമ്മളെടുത്ത് ആ ഒരു ഡിസ്റ്റൻസ് ഇടുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം ഈ പറയുന്ന പോലെ ആരാണ് നല്ല ഫ്രണ്ട്സ്, ആരാണ് ചീത്ത ഫ്രണ്ട്സ് എന്നുള്ള ഒരു പക്ഷെ ഈ സമയത്ത് ഈ നിമിഷം വരെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇല്ലെന്നല്ല. ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നെ ചുരുക്കി ഒന്ന് നിതീഷ് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നിതീഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ പഠിച്ചു, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എൻ്റെ അന്നും ഇന്നും സിമ്പിൾ സംഭവമാണ്. ഞാൻ പൈസയെക്കാട്ടി കൂടുതൽ റിലേഷനാണ് വാല്യൂ കൊടുക്കുന്നത്. എൻ്റെ ലേണിങ്സ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ റിലേഷൻസിൽ നമ്മൾ ബിസിനസ് ചെയ്യാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ നമ്മൾ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പിൽ നമ്മളുടെ വിഷനും അവരുടെ വിഷനും സെയിം ആണോ, മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മൂന്നാമത്തത്, നമ്മൾ ഒരുപാട് പൈസ കാരണം പൈസ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഒരുപാട് പൈസ ബിസിനസ്സിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അത് ചെയ്യരുത്. പിന്നെ പരാജയം ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ്, അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. പരാജയം ഫേസ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഇല്ലാതെ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് എവറി 30th ഡേ നിങ്ങൾ ATM മെഷീൻ കറങ്ങും. നിങ്ങൾക്ക് ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അയാളുടെ കാൽക്കുലേഷൻ 30 days ആണ്. ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് മിനിമം അയാളുടെ കാൽക്കുലേഷൻ 5 years ആയിരിക്കും. ഒരു റിട്ടേൺ പ്രതീക്ഷിച്ച് ഇത് വേണം. അത്രയും ഒരു പേഷ്യൻസും കാര്യങ്ങളും വേണം. പിന്നെ സ്പെഷ്യലി ഞങ്ങളുടെ ബിസിനസ് ബയോസ്പേസ് എന്ന് വെച്ചാൽ പുതിയൊരു കൺസെപ്റ്റാണ്. ഇറ്റ് ടേക്സ് ടൈം, അതൊരു പേഷ്യൻസ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വലിയൊരു ജേണി ഞങ്ങളോട് പറഞ്ഞു. ഇതൊരു സംരംഭക യാത്രയായിരുന്നു. കൊല്ലത്ത് നിന്ന് മഹാരാഷ്ട്രയിലേക്കും, മഹാരാഷ്ട്രയിൽ നിന്ന് ദുബായിലേക്കും, ദുബായിൽ നിന്ന് മസ്കറ്റിലേക്കും, മസ്കറ്റിൽ നിന്ന് വീണ്ടും തിരിച്ച് തിരുവനന്തപുരത്തേക്കും എത്തിയ ഒരു വലിയ യാത്ര ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ യാത്രയിലും പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, കയ്പുകളുണ്ട്, മധുരങ്ങളുണ്ട്.
ഒടുവിൽ വർഷ എന്ന് പറയുന്ന വലിയ ബ്രാൻഡുമായിട്ട് ഇവരിവിടെ എത്തി. ഈ ബ്രാൻഡിന് പറയാൻ ഒട്ടനവധി കഥകളുണ്ട്. പ്രൊഡക്റ്റിൻ്റെ വൈവിധ്യമുണ്ട്. പേറ്റൻറ്റിനടക്കം അപേക്ഷിച്ച മലയാളികളാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് അവാർഡ് കിട്ടിയ കമ്പനിയാണ്. കേരളത്തിലെ എല്ലാ വലിയ ബ്രാൻഡുകളും ഇന്നിവരുടെ ഉപഭോക്താക്കളാണ്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ് വർഷ. ഉൽപ്പന്ന വൈവിധ്യം കൊണ്ട് സമൂഹത്തിന് നന്മയായിട്ട് മാറുകയാണ് വർഷ. ഇനിയും അവർക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, വിജയങ്ങൾ ഒരുപാട് നേടാൻ സാധിക്കട്ടെ, വലിയ വിജയവുമായി വലിയ കഥയുമായി വിജയത്തിൻ്റെ മാത്രം മധുരവുമായി വരുവാൻ സാധിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഈ വേദിയിൽ കാണേണ്ടി വരും. അന്ന് വർഷ ഒരു $1 മില്യൺ കമ്പനിയോ അല്ലെങ്കിൽ യൂണിക്കോൺ കമ്പനിയോ ആയി മാറിയിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.